ഇത് പകലിൽ നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. അന്യഭാഷകളൊന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. ഹല്ലേലൂയ. റബകശഖിനിയാം പ്രഭാതനഗസ്യാദന വൈഡബാലഗക്ഷമനഗസ്യാം പ്രവൽക്കമാന ഭൗഷപ്രഭാനഗസ്യാം പ്രവദന ലിബ്രധാനഗശഖേരിയാം പ്രവദനഗസഖേരിയാം പ്രവൽക്കഭാരഥേന ലമർത്ഥന വൈഡമർത്ഥന രഗനഗസ്യാം ദൽക്കമന ഘടകജനം ശമന ഘടകജനധനഗസ്യാലമർത്ഥന വൈഡഭാരകഥനം റിബാബാബാബയാന്തോ റോബോകോസേഖെ പ്രഭാനഗസ്യാം ദൽക്കമനശ്മേരിയാം പ്രബൽക്കമന ഹൽബോ റിബീരിഷ്മാനിയാം പ്രബദല ഘടകധന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അന്യഭാഷകളിൽ നിങ്ങൾ ഈ സമയം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം വീണ്ടും വീണ്ടും ടങ്സിൽ അന്യഭാഷയിൽ തന്നെ തുടർന്നാട്ട് റീബാക്കർസെ പ്രഭാന്തലമ റഹസിയാം പ്രബൽ കമോഷിയാം പ്രബദനഗചന ലമർധ്വന വൈഡമനഗധുരാലകർധ്വന വൈഷപ്രഭാലകർധ്വന വൈഡമാന റഗത്വാന വൈഡമധ്വന ചിരുവിരിയാം പ്രബൽ കമനഗജനം യൂഹാർത്ഥനഷ്മാനിയാലമർധ്വന ലം തുർബോസെക്കേനിയാൽ കമോറിയാൻ തലമർത്തിനിമിനിയാം പ്രഭാലഗക്ഷമാനിയോസ്ഫേനിയാൻ ത്വൽക്കമന ലംധോർഗോ മോസിഖേമാ റഹത്വന മൗസിയാം പ്രബൽക്കമന ഗജന റബൽക്കമാനിയാഷ്മാ റഹിത സ്മനാഥ ലമർഥ റഗച്ച വൈഡപർഥന റബുഷ്കാലിയാൽ കൊബോർ കശക്കേനിയാൻ ത്വൽക്കമാന ബൗഡദേനിയാസ് പ്രഭാനിയാൻ ത്വൽക്കമന. Oh, thank you, Father. Thank you, Lord. Thank you, Jesus. Thank you, Holy Spirit. 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 ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ, ആത്മതലങ്ങൾ തുറന്നു വരട്ടെ. ആകാശം പിളർന്ന സ്വർഗം തുറന്നു എന്ന് വചനം പറയുന്നത് പോലെ ഇന്ന് പകലിൽ കർത്താവെ ആകാശം പിളരട്ടെ, സ്വർഗം തുറക്കപ്പെടട്ടെ. റിബ കസിയാം പ്രബദൽ കമജന വൈഡമർധ്വന വൈഷപ്രഭാലകർധ്വന പ്രബദല ഘടകജന. അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ഇന്ന് ഈ പകലിൽ ഈ മീറ്റിങ്ങിനകത്ത് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ചലനം ഇതിനകത്തുണ്ടാകട്ടെ. അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ഇതിനകത്തുണ്ടാകട്ടെ. അസാധാരണമായ ദൈവിക തുടക്കങ്ങൾ ഇതിനകത്തുണ്ടാകട്ടെ. അസാധാരണമായ ദൈവിക മഹത്വം വെളിപ്പെടുന്ന പകലാകട്ടെ. റഗസഖിനിയാൻ തൽക്കമന. ഇതിനകത്ത് ദൈവിക മഹത്വത്തിന്റെ മാനിഫെസ്റ്റേഷനുകൾ ഇതിനകത്തുണ്ടാകട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ ആ ദൈവിക മഹത്വത്തിന്റെ മാനിഫെസ്റ്റേഷൻ ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. ചില മരണങ്ങൾ നീങ്ങിപ്പോകട്ടെ. ചില മരണങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ആക്സിഡന്റുകൾ നീങ്ങിപ്പോകട്ടെ. റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഈ പകലിൽ തന്നെ ദൈവീക ഇടപെടലുകൾ അതിനകത്തുണ്ടാകട്ടെ. ചിലത് ക്യാൻസൽ ആവുകയാണ്. ചില പൈശാചിക പദ്ധതികൾ, ചില പൈശാചികമായിട്ടുള്ള മേഖലകൾ ഒരുക്കി വെച്ചിരിക്കുന്ന ചില ആക്സിഡന്റുകൾ ഇന്നത്തെ പകലിൽ അത് ബ്രേക്ക് ആവുകയാണ്. നിന്റെ തലമുറകൾ അമേൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്തൂടെ തകർത്തു കളയാൻ വെച്ചിരിക്കുന്ന ചില പദ്ധതികൾ ഇന്നത്തെ ഈ പകലിൽ സ്വർഗം ക്യാൻസൽ ചെയ്ത് കളയുകയാണ്. പ്രബദല ഘടകതന. നിന്റെ ഭവനത്തിനകത്ത് കൂട്ടം നിലവിളികളെ ഉയർത്തുവാൻ വെച്ചിരുന്ന എല്ലാ പൈശാചിക പദ്ധതികൾ റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് പ്രബദന ചില ആത്മഹത്യകളെ ക്യാൻസൽ ചെയ്യുന്നു.
ആത്മഹത്യകളെ ക്യാൻസൽ ചെയ്യുന്നു. ലീബ്ര കസെക്കേനിയ എന്തല്ല അല്ലാമർത്തോന ചില കുഞ്ഞുങ്ങളുടെ മേൽ ഡിപ്രഷൻ പോലെയുള്ള മേഖലകളെ കൊണ്ടിട്ടിട്ട് അതുവഴി അവരെ തകർത്ത് കളയാൻ വേണ്ടി നിൽക്കുന്ന ചില ആത്മഹത്യയുടെ മേഖലകളെ ഇന്ന് പകലിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ഓ റബ ഷേക്കേരിയ എന്തലബ ലമർത്തന റമന ഗസിയാം ദൽക്കമന ലമർത്തന വൈഡ കബോഷിയാം ദൽക്കമന. യേശുവിന്റെ നാമത്തിൽ ലാബ്ര കറ്റോസെ പ്രബാന്റേലിയാസ് മേനിയാൻ ദൽക്കമന. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പകലിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. മഹത്വത്തിനകത്ത് വലിയ ദൈവീക ജീവനുകൾ, ദൈവീക ചലനങ്ങൾ ഉണ്ടാകുന്നത് പോലെ മഹത്വം ഇറങ്ങിയപ്പോൾ ലാസറിന്റെ കല്ലറകളിൽ നിന്ന് ലാസർ കല്ലറ വിട്ട് പുറത്തു വന്നതുപോലെ ഇന്ന് ചില മരണത്തിന്റെ കെണികൾക്കകത്ത് നിന്ന്, ചില മരണത്തിന്റെ അന്തരീക്ഷങ്ങൾക്കകത്ത് നിന്ന്, ചില മരണത്തിന്റെ കുരുക്കുകൾക്കകത്ത് നിന്ന് ഇന്ന് പകലിൽ കർത്താവ് ചിലരെ പുറത്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ചലിക്കുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഈ ദിവസങ്ങൾ കർത്താവിന്റെ ശക്തമായ ഇടപെടലുകൾ ദൈവം നമ്മിൽ മേൽ കൈമാറുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഇതിനകത്ത് USA ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? USA കണക്ട് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? USA രണ്ടുപേരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ജയ, ഒന്ന് സോമി ജോർജ്. ദൈവത്തിന്റെ ആത്മാവ്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ വെളിപ്പെടുത്തിയ ഒരു രാജ്യമാണ് USA എന്ന് കാണിച്ചിട്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ മരണത്തിന്റെ ഏരിയകളെ ദൈവാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ഏരിയ അവിടെ വെച്ചായിരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയുള്ള ചില പൈശാചിക പദ്ധതികളെ കർത്താവ് തകർത്ത് കളയുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് കൂട്ട നിലവിളി ഒരുക്കാൻ വേണ്ടി പൈശാചിക മേഖല ഇട്ടിരിക്കുക ചില ആക്സിഡന്റുകളെ സ്വർഗം ക്യാൻസൽ ചെയ്യുന്നു. റബക്കസോ പ്രബോനിയ സമാനിയത്തന. യെസ്, അതിപ്പോൾ ക്യാൻസൽ, അത് നിർവീര്യമായി പോവുക. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പകലിൽ എന്നെ വേഗത്തിൽ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ ഓൾറെഡി ചില മേഖലകൾ ഞങ്ങൾ ഇന്ന് ചർച്ച് സൺഡേ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ ഓൾറെഡി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മെസ്സേജിലോട്ട് ഒരിക്കലും നമുക്ക് ഇന്ന് കയറാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ഒരു ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ ഏകദേശം 6 ആഴ്ചയോളം ദൈവാത്മാവ് ഒരേ ടോപ്പിക്കിനകത്ത് ഞങ്ങൾ കൊണ്ടുപോയി അതിന്റെ പകുതി ഭാഗത്തിൽ എത്തി നിൽക്കുക. പക്ഷെ ആ മെസ്സേജ് ഇന്ന് എടുക്കാൻ പറ്റത്തില്ല. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. എന്നാൽ ദൈവാത്മാവ് ഈ നാളുകളിൽ ശക്തമായി സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ദൈവം സംസാരിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. പ്രധാനമായിട്ടും ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ അത് 30, 60, 100 മേനിയായിട്ടൊക്കെ വിളയണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ ചെവി തുറക്കണം. ആമേൻ. നമ്മുടെ ഈ സാധാരണ ചെവിയെ കുറിച്ചല്ല പറഞ്ഞ, ആത്മമനുഷ്യന്റെ ചെവി തുറക്കണം. ആത്മമനുഷ്യന്റെ ചെവി തുറന്നാൽ മാത്രമേ ആത്മമനുഷ്യനിലേക്ക് അത് ഇറങ്ങി അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കണം. ആമേൻ. ആരും 5 മണിക്ക് ഇരുന്ന് ഉറങ്ങരുത്. വളരെ സിമ്പിളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവശബ്ദം വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നതും നമ്മളോട് ഇടപെടുന്നതുമായിട്ടുള്ള ഒരു ദൈവശബ്ദമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22, 23, 24 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചേക്കാം. നടപ്പ് സംബന്ധിച്ച് സതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും
ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. മതി. ആമേൻ. വചനം പറയുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ആമേൻ. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് തൊടാൻ പോകുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെന്ന ഒരു ജഡമനുഷ്യൻ, ആമേൻ, ഒന്ന് പറയാമോ? ജഡമനുഷ്യൻ. ഇവിടെ പറയുന്നത് ഒരു പഴയ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ഈ പഴയ മനുഷ്യന്റെ മറ്റു പേരാണ് പഴയ മനുഷ്യൻ, ജഡമനുഷ്യൻ, അല്ലെങ്കിൽ പുറമേ ഉള്ള മനുഷ്യൻ എന്നൊക്കെ ഇതിനെ പറയും. ഹല്ലേലൂയ. അപ്പൊ ജഡമനുഷ്യൻ അല്ലെങ്കിൽ പഴയ മനുഷ്യൻ, വചനം പറയുന്നു പഴയ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. നമ്മൾ ഉപേക്ഷിക്കണം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നമ്മളോട് പറയുക, നിങ്ങൾ ഉപേക്ഷിക്കണം. ആമേൻ. കാരണം പഴയ മനുഷ്യൻ എന്നുള്ളത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ഒരു മനുഷ്യനാണ്. ആമേൻ. നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ദൈവം നമ്മെ ക്രിസ്തുയേശുവിനാൽ വീണ്ടെടുത്തു. ക്രിസ്തുയേശുവിനാൽ വീണ്ടെടുത്തു. നമ്മളെല്ലാവരും കർത്താവിന്റെ നാമത്തെ വിശ്വസിച്ച് നമ്മൾ കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതോടുകൂടെ നമ്മൾ എല്ലാ മേഖലയിലും തികവ് വന്നു എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവവചനം ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മിൽ ആമേൻ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട തലങ്ങളിലേക്കുള്ള തുടക്കം മാത്രമാണ് നമ്മളുടെ സ്നാനം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തുടക്കത്തിലേക്ക് മാത്രമാണ്. ആമേൻ. ഒന്നും കൂടെ പറയാം, ഇന്ന് നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ലൈഫിനകത്ത് ഇതുവരെ കാണാത്ത ചില ഭയങ്കര ദൈവിക പ്രവർത്തികൾ നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. ആമേൻ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആമേൻ. ഞാനിത് വളരെ സൈലന്റ് ആയിട്ട് ഇപ്പം പോകുന്നതിന്റെ കാര്യം അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. കാര്യം വേർഡ് പറഞ്ഞ് അതിന്റെ മേഖലകൾ തുറക്കാതെ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഏരിയ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരാത്മ മനുഷ്യനുണ്ട്. ഒന്ന് പറഞ്ഞേ, ആത്മ മനുഷ്യൻ. നമ്മൾ ജനിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാപിച്ച എത്ര പേർ ഇതിനകത്തുണ്ട്? ഒന്ന് കരങ്ങൾ ഉയർത്തിയേ. നമ്മൾ തിരിച്ചറിയുക, പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട ഒരാത്മ മനുഷ്യൻ നമുക്കുണ്ട്. ആമേൻ. ഈ ആത്മ മനുഷ്യൻ പുതിയ മനുഷ്യനാണ്. പുതിയ മനുഷ്യൻ. ആമേൻ. ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട പുതിയ ആത്മ മനുഷ്യനാണ്. ആമേൻ. ഈ ആത്മ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ജനിക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ ഈ ആത്മ മനുഷ്യനകത്ത് യാതൊരു പഴയതുമില്ല. ഒന്ന് പറഞ്ഞ, യാതൊരു പഴയതുമില്ല. ആമേൻ. നമ്മുടെ ആത്മ മനുഷ്യനകത്ത് ഒരു അശുദ്ധിയില്ല, പാപമില്ല, രോഗമില്ല, മരണമില്ല, ദാരിദ്ര്യമില്ല. ആമേൻ. നമ്മുടെ ആത്മ മനുഷ്യനകത്ത് യാതൊരു വിഷയവുമില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ആത്മ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മിൽ മറ്റൊരു മനുഷ്യനുണ്ട്, പഴയ മനുഷ്യൻ. ആമേൻ. ഹല്ലേലൂയ. അതായത് വചനം പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന് പറഞ്ഞാൽ, ഏദനിൽ വെച്ച് ഹവ്വയും ആദമും അറിവിന്റെ വൃക്ഷഫലം കഴിച്ച സമയത്ത്
ആമേൻ, അവരിൽ ഒരു രൂപമാറ്റം ഉണ്ടായി. അതുവരെ തേജസ്സുള്ള മനുഷ്യരായിരുന്നു. പക്ഷെ ഈ നിയമലംഘനം നടത്തിയപ്പോൾ അവർ തേജസ്സുള്ള മനുഷ്യരിൽ നിന്ന് ജഡമനുഷ്യനിലേക്ക് വീണുപോയി. മനസ്സിലാകുന്നുണ്ടോ? ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുടെ വീട്ടിൽ ഫാൻ ഉണ്ട്? ഞാനൊരു സിമ്പിൾ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഫാൻ എത്ര പേരുടെ വീട്ടിലുണ്ട്? കരങ്ങളൊന്നും ഉയർത്തിക്കേ, ഫാനൊക്കെ ഉള്ളവര്. ഓക്കെ, എല്ലാവരുടെ വീട്ടിലുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം. കറണ്ട് ഉള്ളിടത്തോളം കാലം ഫാൻ എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്ന കറണ്ട് പോയാലും നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയാലും എന്ത് സംഭവിക്കും? അപ്പോഴും ഇത് കറങ്ങി 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 നിൽക്കും. പിടികിട്ടുന്നുണ്ടോ? അതായത് ദൈവ തേജസ്സുള്ള മനുഷ്യൻ, അവന് മരണമില്ലായിരുന്നു. ആമേൻ പറ. അവന് യാതൊരു മരണവും ഇല്ലായിരുന്നു. പക്ഷെ എപ്പോൾ അവൻ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചോ, അപ്പോൾ അവന്റെ ലൈഫിനകത്തുണ്ടായിരുന്ന നിത്യജീവൻ അവന് നഷ്ടപ്പെട്ടു പോയി. ആമേൻ, ഹല്ലേലൂയ. അവന് നിത്യജീവൻ നഷ്ടപ്പെട്ട സമയം മുതൽ പിന്നെ അവൻ കറങ്ങുന്നുണ്ട്. പക്ഷെ ഇതൊരു സമയമാകുമ്പോ എന്ത് ചെയ്യും? നിന്നു പോകും. ഹല്ലേലൂയ, നിന്നു പോകും. എന്നതുപോലെ ഒരാത്മമനുഷ്യനായിരുന്ന ആദമും ഹവ്വയും, ഒന്നും കൂടെ പറയാം, സമ്പൂർണ്ണ ആത്മമനുഷ്യരായിരുന്ന ആദമും ഹവ്വയുടെയും അകത്തു നിന്ന് ആ ജീവനാകുന്ന ആത്മാവ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അവർ ഒരു ജീവിതം തുടർന്നു. ആ ജീവിതത്തെയാണ് പറയുന്നത് ജഡമനുഷ്യനിലുള്ള ജീവിതം. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ മുന്നോട്ട് പോയ ആദമിൽ നിന്ന് തുടങ്ങി അടുത്ത ജനറേഷൻ ടു ഈ ജനറേഷൻ വരെ ജനിക്കപ്പെട്ട എല്ലാവരും എന്താണ്? ജഡത്തിൽ നിന്ന് ജനിച്ചവരാണ്. ആമേൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത് ജഡത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ജഡമാകുന്നു. ആമേൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ യഥാർത്ഥത്തിൽ ജഡത്തിൽ നിന്ന് ജനിച്ചതാണ്. നമുക്ക് പറയാൻ പറ്റുമോ? എന്റെ പിതാവും എന്റെ മാതാവും കംപ്ലീറ്റ്ലി ഈ ആത്മ നിറവിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ആത്മ നിറവെന്ന് നമ്മൾ ഈ ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത്, ഈ ആത്മപൂർണരെന്ന് പറയുന്നതും ആത്മ നിറവെന്ന് പറയുന്നതും രണ്ടും ഒന്നാക്കും. രണ്ടാണ്, രണ്ടും ഒന്നല്ല. ആത്മ നിറവെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. എന്നാൽ ആത്മപൂർണരെന്ന് പറഞ്ഞാൽ അതല്ല. പകരം നമ്മുടെ ആത്മ മനുഷ്യൻ ക്രിസ്തു എന്ന തലയോളം വളരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ നമ്മുടെ പിതാക്കന്മാർ, മാതാക്കൾ എന്തല്ല, യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ ആത്മ മനുഷ്യരല്ലായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അവർ ആത്മ നിറവിലുള്ളവരായിരിക്കാം, പക്ഷെ സമ്പൂർണരല്ലായിരുന്നു. ആമേൻ. അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ജനിക്കപ്പെട്ടത് ജഡത്തിൽ നിന്നാകയാൽ നമ്മിൽ ഒരു ജഡ മനുഷ്യനുണ്ട്. ഒന്ന് പറഞ്ഞേ, ജഡമനുഷ്യൻ. ആമേൻ, ജഡമനുഷ്യൻ. ഇതൊരു പഴയ മനുഷ്യനാണ്. ഈ മനുഷ്യനിൽ പാപമുണ്ട്. ഈ മനുഷ്യനിൽ ആമേൻ ശാപമുണ്ട്. ഈ മനുഷ്യനിൽ രോഗമുണ്ട്. ഈ മനുഷ്യനിൽ ദാരിദ്ര്യമുണ്ട്. ഈ മനുഷ്യനിൽ മരണമുണ്ട്. ഈ മനുഷ്യനിൽ പൈശാചിക മേഖലയുടെ സ്വാധീനങ്ങളുണ്ട്. ആമേൻ പറയാമോ? അപ്പൊ ഇപ്പം ഞാൻ രണ്ട് മനുഷ്യരെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ആത്മമനുഷ്യൻ, രണ്ട് ജഡമനുഷ്യൻ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കർത്താവെ, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ആരാധിക്കുന്നു, എന്റെ മേൽ ഭയങ്കര വാഗ്ദത്തങ്ങളുണ്ട്, എന്റെ മേൽ ഭയങ്കര നിയോഗങ്ങളുണ്ട്. ആമേൻ. നമ്മുടെ മേൽ കേട്ട ദൈവീക പ്രവചനങ്ങളും ദൈവീക ശബ്ദങ്ങളും കേട്ടാൽ ആമേൻ, ഇപ്പോൾ നമ്മുടെ സാഹചര്യം നോക്കിയാൽ രണ്ടും എന്തല്ല, ഒരു മാച്ചിങ് അല്ല. അല്ലെ? ഒരു മാച്ചിങ്ങും ഇല്ല. ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. പക്ഷെ നമ്മുടെ ലൈഫ് നോക്കിയ ഒരു മാച്ചിങ്ങും അല്ല. കാരണം ഈ പ്രവചനങ്ങളും ഈ ദൈവശബ്ദങ്ങളെല്ലാം പഴയ മനുഷ്യനുള്ളതല്ല, ഇത് ആത്മ മനുഷ്യനുള്ളതാണ്. ഹല്ലേലൂയ.
പക്ഷേ സംഭവിക്കുന്ന കാര്യം നമ്മിൽ എപ്പോഴും മാനിഫെസ്റ്റ് ആകുന്നത് ഇപ്പോൾ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 20 മണിക്കൂർ മാനിഫെസ്റ്റ് ആകുന്നത് ആരാണ്? ഒന്ന് പറയാം, നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞേ. ആത്മ മനുഷ്യൻ എന്ന് പറയാം. എന്റെ 24 മണിക്കൂറിൽ 24 മണിക്കൂറും എന്റെ ആത്മ മനുഷ്യനാണ് വെളിപ്പെടുന്നെന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? 23 മണിക്കൂർ, 22 മണിക്കൂർ, 21 മണിക്കൂർ, 1 മണിക്കൂറെങ്കിലും. ഒരു ആന്റി കൈപൊക്കി. ആത്മമനുഷ്യൻ വെളിപ്പെടുന്നുണ്ട്. ആമേൻ, സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് കർത്തൃമേശ എടുക്കുന്ന ദൈവസഭയിലായിരിക്കുന്ന നമ്മൾ തന്നെ നമ്മളെ തന്നെ റിയലൈസ് അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ്, നമ്മിൽ വെളിപ്പെടുന്ന ഭൂരിഭാഗം മേഖലകളും ആമേൻ ആത്മമനുഷ്യനല്ല, ജഡമനുഷ്യനാണ്. അപ്പൊ തിരിച്ചറിയേണ്ട കാര്യം, എന്തുകൊണ്ട് നമ്മുടെ ലൈഫിനകത്ത് പ്രവചനത്തിന്റെ നിവർത്തീകരണങ്ങൾ സംഭവിക്കുന്നതില്ല എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ നമുക്കിപ്പോ ലഭിച്ചിട്ടുണ്ട്. ആമേൻ. എന്തുകൊണ്ട് ദൈവം എന്നെ ഉയർത്തുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നില്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്ര പിശാചിനെ ശാസിച്ചെന്ന് പറഞ്ഞാലും, എത്ര ഡീമോണിക് ഏരിയ ശാസിച്ചെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ മേഖലകൾക്കകത്ത് ബ്രേക്ക് ത്രൂ മീറ്റിങ്ങിനകത്ത് നമ്മൾ അറ്റൻഡ് ചെയ്താലും, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്ന ഒരു പഴയ മനുഷ്യനുണ്ട്. അവനെ നമ്മൾ പുറത്താക്കണം. റബ ഷേഖെ പ്രഭാൻ ചലാമൗസിയാം പ്രബദന ലൈബ്രഗന്ധരിയാം പ്രബന്ധല വൈഡമറസിയാം പ്രബദല ഗജന. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ആത്മമനുഷ്യനിൽ ആമേൻ എത്ര തന്നെ പ്രവചന ശബ്ദങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങളുടെ ആത്മമനുഷ്യനെ നോക്കി ദൈവം എത്ര കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിലും, ഈ ആത്മമനുഷ്യന് ചലിക്കാൻ കഴിയാതെ വണ്ണം ആമേൻ പഴയ നിയമത്തിൽ അതിന്റെ നിഴലാണ് ആമേൻ ജഡസന്തതിയാകുന്ന ആമേൻ ഇശ്മായേലും ആത്മസന്തതിയാകുന്ന വാക്തത്വ സന്തതിയാകുന്ന ആമേൻ ഇസഹാക്കും. എന്നാൽ ഇസഹാക്ക് വാക്തത്വ സന്തതിയാണെങ്കിലും ഇസഹാക്കിനെ ചലിപ്പിക്കാത്ത ഒരു ജഡസന്തതി ആമേൻ കൂടാരത്തിനകത്തുള്ളത് കൊണ്ട് ആമേൻ ആമേൻ വാക്തത്വ സന്തതിക്ക് ചലിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നിന്റെ കൂടാരത്തിനകത്തു നിന്ന് നീ ജഡസന്തതിയെ ആമേൻ ഇശ്മായേലിനെയും ജഡസന്തതിയെയും ആമേൻ അവന്റെ അമ്മയെയും പുറത്താക്കി കളയാം. ഇന്നത്തെ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ എത്രാമത്തെ ദിവസമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എത്രാമത്തെ ദിവസമാണെങ്കിലും ഈ പകലിൽ ആത്മാവ് പ്രവചിക്കുകയാണ്, ഇനിയും നീ ജഡമനുഷ്യനെ ക്യാരി ചെയ്യേണ്ടവനല്ല, നീ ജഡമനുഷ്യനെ ക്യാരി ചെയ്യേണ്ടവനല്ല, നീ ജഡമനുഷ്യനെ അനുസരിച്ച് നടക്കേണ്ടവനല്ല. ഇന്നത്തെ പകലിൽ അസാധാരണമായ ദൈവീക മഹത്വം ആ മേഖലയിൽ ചലിക്കേണ്ടതിനായിട്ട് ഇന്നു പകലിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങാം. റാം ഷോഖോബോറോസിയാം പ്രബദന. എത്ര പേര് ഇത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും. ഇത് പിശാചിനെ വെട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നേ. ആമൻ ശാപങ്ങളെ ബ്രേക്ക് ചെയ്ത് കൊണ്ട് മാത്രം ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ പൈശാചിക മേഖല നിന്റെ ലൈഫിൽ നിന്റെ ആത്മ മനുഷ്യനെ ഞെരുക്കുന്ന ഒരു മേഖലകളുണ്ട്. ഹല്ലേലൂയ. എത്ര നീ പ്രാർത്ഥിച്ച് കയറാൻ ശ്രമിച്ചാലും, എത്ര ഉപവസിച്ച് കയറാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ മിനിസ്ട്രി ചെയ്താലും, എത്രയൊക്കെ ശുശ്രൂഷിച്ചാലും, എത്രയൊക്കെ ദൈവ ശബ്ദമുണ്ടെങ്കിലും നിനക്കടുത്തൊരു ആത്മതലത്തെ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം നിന്നെ ഒതുക്കുന്ന മറ്റൊരു മേഖലയുണ്ട്. അത് നീ പോലും സെൻസ് ചെയ്യാത്ത ഒരു ഏരിയയാണ്. അതാണ് ജഡമനുഷ്യന്റെ ഏരിയ. ഇന്ന് എത്ര പേർ അതിനു വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേർ അതിനു വേണ്ടി പ്രാർത്ഥിക്കും? റബ ഷേഖെ ബറ സെഖേരിയ പ്രവചന. ശരിക്കും പറഞ്ഞ നമ്മളെല്ലാവരും ഈ ജഡമനുഷ്യനുമായിട്ട് ഭയങ്കര കോംപ്രമൈസ് ആണ്. ഒന്ന് പറഞ്ഞേ, കോംപ്രമൈസ്. ഹല്ലേലൂയ. കോംപ്രമൈസാ, ഭയങ്കര കോംപ്രമൈസാ. നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമ്മുടെ നിഴല് തട്ടി രോഗികൾ
സൗഖ്യമാകണം. നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറി വിളിച്ചുകൊണ്ട് ഓടണം. ഇതെല്ലാം നല്ല ആഗ്രഹമാണ്. പക്ഷെ ഇതെല്ലാം നന്നായി നടക്കണമെങ്കിൽ ആത്മമനുഷ്യനും ജഡമനുഷ്യനും ഒത്തുചേർന്ന് പോയാൽ ഇത് സംഭവിക്കത്തില്ല. ആമേൻ. നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കും, നിങ്ങളിൽ കൂടെ ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞാൽ അതിനും മുകളിലായിട്ട് നമ്മിൽ കൂടെ ദൈവം ചെയ്യും. ഒന്ന് പറഞ്ഞ, നമ്മിൽ കൂടെ ദൈവം അതിനും മുകളിലായിട്ടുള്ള കാര്യം ചെയ്യും. കാരണം കർത്താവ് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നമേ കർത്താവ് നമ്മളോട് പ്രോമിസ് ചെയ്തത്, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി എവിടെ വായിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും, അവരൊന്നും ചുമ്മാതല്ല ഇതൊക്കെ ചെയ്തത്. അവരെല്ലാം ആത്മപൂർണതയ്ക്കകത്താണ് ഇത് ചെയ്തത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആ ആത്മീക സത്യത്തെ തിരിച്ചറിയണം. എന്നിൽ കൂടെ ഇതിന്റെ യഥാർത്ഥ മിനിസ്ട്രി വെളിപ്പെടണമെങ്കിൽ, ഞാനൊരു മിനിസ്ട്രിയുടെ ഭാഗം മാത്രം പറയുന്നത്, യഥാർത്ഥ മിനിസ്ട്രി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എന്നിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അതായത് ആത്മമനുഷ്യനാകുന്ന അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്തു? തന്റെ ജഡ മനുഷ്യനെ മരിപ്പിച്ചു. ആമേൻ പറ. അയ്യോ, നിങ്ങൾക്ക് ആർക്കും സന്തോഷമില്ലല്ലോ. ജഡമനുഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. സോറി, അങ്ങനെയുള്ളവരോട് റിയലി സോറി. കാരണം ബീന സിസ്റ്ററെ, കഴിഞ്ഞ കുറെ ദിവസങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്ന ഒരു ദൈവിക ഇടപെടല. ഞാൻ ഈ നാളുകളിൽ വ്യക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയയാണ്. ആമേൻ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനോ അല്ലെ നിങ്ങളോട് പ്രസംഗിക്കാനോ അല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേണ്ടി ഞാൻ മെസ്സേജ് ചെയ്യുന്നത്. ആമേൻ പറയാം. ഹല്ലേലൂയ. ഈ നാളുകളിൽ ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഈ സീസൺ ജഡമനുഷ്യനെ ഉരിയേണ്ട സീസണാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നോട് ദൈവാത്മാവ് പറഞ്ഞൊരു വേർഡുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ആമേൻ. ദൈവശക്തി, ദൈവിക സ്ട്രെങ്ത് ഒരാത്മ മനുഷ്യനിൽ വന്ന് ആത്മമനുഷ്യൻ ഉയരത്തിൽ കയറുവാൻ ദൈവം വെച്ചിരിക്കുന്ന സീസണായത്. പക്ഷെ അടുത്തൊരു ആത്മതലങ്ങളിലേക്ക് കയറാൻ അവനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആമേൻ ഒരു മേഖല. അത് പൈശാചിക മേഖല മാത്രമല്ല, അത് ലോകത്തിന്റെ ഏരിയ മാത്രമല്ല, അത് രോഗങ്ങളല്ല, ദാരിദ്ര്യമല്ല, മറ്റു കാര്യങ്ങൾ മാത്രമല്ല. അതിനകത്ത് ഏറ്റവും പ്രധാനമായി അവനെ ലോക്ക് ചെയ്യുന്ന ഒരു ഏരിയ ജഡമാണ്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുന്ന ജഡം. ഹല്ലേലൂയ. ബിനസിസ്റ്റർ, നമുക്കറിയാം നമ്മുടെ ശത്രു ആരാണെന്നറിയാം, അല്ലേ? നമ്മുടെ ശത്രു ആരാന്നറിയാം. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഒരാളുണ്ട്, നമ്മുടെ കൂട്ടുകാരനെ പോലെ നിന്നിട്ട് നമ്മളെ ചതിക്കുന്ന ഒരാളുണ്ട്. ആമേൻ. നമ്മൾ യഥാർത്ഥത്തിൽ കോപിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ശത്രുവിനേക്കാൾ നമ്മുടെ കൂടെ മിത്രം പോലെ നിന്ന് നമ്മളെ ചതിച്ചു കളയുന്ന ജഡമെന്ന ആ ശത്രുവിനോട് നമ്മൾക്കൊരു പോരാട്ടമുണ്ട്. ഇന്ന് എത്ര പേർ അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കും? ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ തുറന്ന ഹൃദയത്തോടെ ഇരിക്കുന്നെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ആത്മമനുഷ്യൻ ഗ്രോയാകും, ജഡമനുഷ്യൻ താഴ്ന്നു പോകും. ഇന്നു മുതൽ നിങ്ങളുടെ ആത്മമനുഷ്യനകത്ത് വളർച്ച ഉണ്ടാകും, ജഡമനുഷ്യൻ നിർവീര്യമായി പോകും. റാബു സവാരിയ തോറോബോ കേബ്രബാൻഡേലിയാന്തല ലൈബ്രഗൻ തോറോബോ ഷിഖമാസിയാം പ്രബദന ലൈബ്രഗ സിഖോ മറാസിയാം പ്രബദല ഘടകദന റംധോറിയാം പ്രബദല ഹസ്സപ്രബല ഘടകദന. ഇന്നത്തെ പകലിൽ ആമേൻ നമ്മളെ ചതിക്കുന്ന, നമ്മളെ ലോക്ക് ചെയ്യുന്ന, നമ്മളെ ഒതുക്കിക്കളയുന്ന ആമേൻ പഴയ മനുഷ്യൻ, ജഡമനുഷ്യൻ ആമേൻ, ആ പുറമേ ഉള്ള മനുഷ്യൻ ഇന്ന് പകലിൽ ആമേൻ അത് നമ്മുടെ മേൽ നിന്ന് അത് നിർവീര്യമായി പോകണം.
റബ സെകെലെ മഹസയന്തല നഗുദ ശെകരിയാം പ്രബധന ലൈബ്രഗതോ റബ കഷികോ മഹസിയാം പ്രബധന. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്, വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആത്മമനുഷ്യനാകുന്ന അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിയണം. ആമേൻ. പഴയ മനുഷ്യനെ ഉരിയണം. കാരണം അത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോഹങ്ങളാൽ, കണ്ടോ, ചതിയുണ്ട്, മോഹങ്ങളുണ്ട്. ഇത് ചതിക്കും. അതായത് പഴയ മനുഷ്യൻ യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ പല ഏരിയ കൺട്രോൾ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഈ തെറ്റായ ചിന്തകൾ വരുന്നത്. ആമേൻ. തെറ്റായ ഐഡിയ വരുന്നത്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകൾ. നിങ്ങൾക്കറിയാമോ, ഈ പഴയ മനുഷ്യൻ കണക്റ്റായിരിക്കുന്ന മേഖലകൾ പൈശാചിക അല്ലെങ്കിൽ ഡിമോണിക് റലം, ഡെത്ത് റലം, അതായത് മരണത്തിന്റെ തലം, സിൻ റലം, പാപത്തിന്റെ തലം. ഹല്ലേലൂയ. പാതാളത്തിന്റെ തലം. ഇതൊക്കെ എത്ര പേർ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്പിരിറ്റ് തലവുമായിട്ട്, ആത്മതലവുമായിട്ട് നമ്മിൽ ഉള്ള പഴയ മനുഷ്യന് കണക്ഷൻ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. റബോസിയ പ്രബധന ശുരവന. ഒരു നിമിഷം അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാം ബ്രോക്കോസെ പ്രകറ്റലിയ പ്രബധന ലമർച്ചന വൈഡമ സെക്കേരിയ ലഹുദനഗഷിയാം പ്രബധന റെബേരിയാം ത്വൽ കമോസിയാം പ്രബധന. ഓ ഷക ബബ 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 സെക്കേരിയാം പ്രബധന ലംറുക സെക്കേനിയാം പ്രബധന റബസിക്കേനിയാം ദൽ കമന. ഹല്ലേലൂയ. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പറഞ്ഞേ പുതിയ സൃഷ്ടി. അടുത്ത വചനവും കൂടെ നമ്മൾ പറയണം. പഴയതെല്ലാം, ഒറ്റ ചോദ്യം, പഴയ മനുഷ്യൻ മാറാത്തിടത്തോളം കാലം നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണമായി ആയിത്തീർന്നോ? കമോൺ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഓക്കെ, സിമ്പിൾ വേർഡാ. പക്ഷേ അതിന്റെ യഥാർത്ഥമായ ഡെഫിനിഷൻ അടുത്ത വചനത്തിലാണ് കിടക്കുന്നത്. അവൻ ക്രിസ്തുവിലായാൽ പഴയതെല്ലാം കഴിഞ്ഞു പോകും. ഹല്ലേലൂയ. വചനം പറയുന്നു, ക്രിസ്തുവിലാണ് നമുക്ക് സകല ആത്മീക അനുഗ്രഹങ്ങളും. എന്തുകൊണ്ടാണ് സകല ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാര്യം മനസ്സിലായില്ലേ? റബസിയ പ്രബധന. ഇന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് പഴയത് ബ്രേക്ക് ആകണം, പഴയ തുരുത്തി പൊളിയണം. ഇന്ന് നിന്റെ മേൽ ഒരു പുതിയത് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിനു വിരോധമായി നിന്നിൽ കിടക്കുന്ന, നീ പോലും സെൻസ് ചെയ്യാതെ കിടക്കുന്ന ഒരു പഴയ മനുഷ്യനെ, ആ പഴയ തുരുത്തിയെ പൊളിക്കണം, 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 പൊളിക്കണം. പറ, വാ തുറന്ന് പറ, ഇന്ന് പൊളിക്കും, പൊളിക്കും. റബസിയാം പ്രബധന ലംപ്രബോസിയാം പ്രബധന. ജഡം മനുഷ്യൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ദൈവീക മനുഷ്യനല്ല. ആമേൻ പറഞ്ഞാട്ടെ. ദൈവീക മനുഷ്യനല്ല. ജഡം മനുഷ്യൻ അറിവിന്റെ വൃക്ഷഫലം കഴിച്ച സമയത്ത് അവരിലേക്ക് അവൻ തുറക്കപ്പെട്ട ഒരു ഓപ്പൺ പോർട്ടലുണ്ട്, സ്പിരിറ്റ് പോർട്ടലുണ്ട്. ആമേൻ. ഒരു തുറക്കപ്പെട്ട ഒരു വാതിലുണ്ട്. അതിൽ കൂടെ ആ മനുഷ്യനെ വാഴാൻ വേണ്ടി ഡീമോണിക് റലം, പൈശാചിക മേഖല, ആമേൻ, കണക്റ്റായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മറ്റൊരു മനുഷ്യൻ, മറ്റൊരു സ്പിരിറ്റ് ആണ് ഫ്ലഷ്.
ആമേൻ പറ. ഫ്ലഷ്. ആമേൻ. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്പിരിറ്റ് ആണ്, മറ്റൊരു സ്പിരിറ്റ് ആണ്. അത് നമ്മുടെ മനുഷ്യനല്ല, നമ്മളെന്ന മനുഷ്യനല്ല, നമ്മളെന്ന മനുഷ്യൻ അതിനകത്തായിരിക്കുന്നേ. കമോൺ. നമ്മളെന്ന വ്യക്തിത്വം യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് അതിന്റെ അകത്താ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ആത്മാവിൽ നമ്മൾ ജനിക്കപ്പെട്ടപ്പോൾ നമ്മളെന്ന വ്യക്തി, ഒന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ എന്നെ ഫോക്കസ് ചെയ്തോണം. നമ്മളെന്ന വ്യക്തി, നമ്മുടെ ഇടതേ ഭാഗത്ത് ജഡമനുഷ്യൻ നിൽക്കുന്നു. അതായത് ഡീമോണിക്, പൈശാചിക മേഖല ക്രിയേറ്റ് ചെയ്ത ഒരു മനുഷ്യൻ, പഴയ മനുഷ്യൻ. ആമേൻ പറയാമോ? അപ്പോൾ തന്നെ വലതേ ഭാഗത്ത് ആര് നിൽക്കുന്നു? ഒരാത്മ മനുഷ്യൻ നിൽക്കുന്നു, പുതിയ മനുഷ്യൻ. ആമേൻ. ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട മനുഷ്യൻ. ആമേൻ. ഈ രണ്ട് ആത്മ മനുഷ്യനും ജഡമനുഷ്യനും ഞാനെന്ന വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിടികിട്ടുന്നുണ്ടോ? ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എന്ന വ്യക്തിയെ, യഥാർത്ഥത്തിൽ പാപം ചെയ്യുന്ന നിങ്ങളെന്ന വ്യക്തിയല്ലെന്നേ, നിങ്ങളെന്ന വ്യക്തിയല്ല. നിങ്ങളെ കണക്റ്റായി നിൽക്കുന്ന, നിങ്ങളുടെ മേൽ അധികാരം നടത്തുന്ന, വാഴ്ച നടത്തുന്ന ഒരു ജഡമനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ജഡമനുഷ്യനെ ഇന്ന് നമ്മൾ ഉരിഞ്ഞു കളയണം. റാമോസിയാം പ്രബോധന. അത് നമ്മളുമായിട്ട് യഥാർത്ഥത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ഏരിയ അല്ല, അത് പൈശാചിക മേഖലകളിൽ കൂടെ ക്രിയേറ്റ് ആയി വന്നതാണ്. പ്രബോധന. ഇന്ന് എത്ര പേര് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും? എന്നാൽ ഞാൻ അടുത്തൊരു മേഖലയിലോട്ട് കയറാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ജഡമനുഷ്യനെ ഉരിയാൻ പറ്റുന്നത്? ആമേൻ. ഇത്രയും നേരം ഉരിയണം എന്ന് പറഞ്ഞു, പക്ഷെ നമുക്കറിയത്തില്ല എങ്ങനെ ജഡത്തെ ഉരിയാൻ പറ്റും. പാസ്റ്റർ 40 ദിവസത്തെ ഉപവാസം ഇരുന്ന ഉരിയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇനി 100 ദിവസത്തെ ഉപവാസം ഇരുന്നാലോ? ഒരിക്കലുമില്ല. ആമേൻ. ജഡമനുഷ്യനെ ഉരിയണമെങ്കിൽ ഒന്നാമത്തെ ഏരിയ നമ്മുടെ ആത്മ മനുഷ്യൻ, അതായത് നമ്മുടെ നിങ്ങളുടെ കാഴ്ചയിൽ എപ്പോഴും ആ സ്പിരിച്വൽ ഇമാജിനേഷൻ നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ കൊണ്ടുവരണം. ഞാനെന്ന വ്യക്തി നടുക്ക് നിൽക്കുന്നു, ആത്മ മനുഷ്യൻ വലതേ ഭാഗത്ത് നിൽക്കുന്നു, ജഡമനുഷ്യൻ ഇടതേ ഭാഗത്ത് നിൽക്കുന്നു. ആമേൻ. ജഡമനുഷ്യൻ നമ്മളെന്ന വ്യക്തിയിൽ ഭരണം നടത്തുമ്പോൾ ആ ജഡമനുഷ്യനെ തോൽപ്പിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മിൽ നടക്കേണ്ട കാര്യം, ഒന്ന്, നമ്മുടെ ആത്മ മനുഷ്യൻ ക്രിസ്തു എന്ന തലയോളം വളരണം. ആമേൻ. ആമേൻ. ക്രിസ്തു എന്ന തലയോളം. അതിന് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ ആത്മ മനുഷ്യൻ ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഒന്നാമതായി പ്രാപിക്കണം. ആമേൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരൊറ്റ വ്യക്തിക്ക് ജഡത്തെ ഉരിയാൻ പറ്റത്തില്ല. ആമേൻ. ജഡത്തെ ഉരിയാൻ പറ്റത്തില്ല. ഒന്ന്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. രണ്ട്, പരിശുദ്ധാത്മാവിൽ എപ്പോഴും നിറഞ്ഞു വരണം. പരിശുദ്ധാത്മാവിൽ എപ്പോഴും. എന്താ നിറഞ്ഞു വരിക? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, നമ്മുടെ ഒരു മീറ്റിങ്ങിനകത്ത്, ഇന്ന് വീന സിസ്റ്ററിന്റെ ഈ മീറ്റിങ്ങിനകത്ത് വർഷിപ്പിന്റെ സമയത്ത് നമ്മൾ കൈയടിച്ചു പാടി ആരാധിച്ചു ഒരു ആത്മനിറവിലേക്ക് വന്നു. ആമേൻ. ഒരു പ്രോഫസി കേൾക്കുമ്പോൾ നമ്മൾ ആത്മനിറവിലേക്ക് പ്രാപിക്കും. ആമേൻ. നമ്മൾ വചനം കേൾക്കുമ്പോൾ ആത്മനിറവിൽ പ്രാപിക്കും, അല്ലെ? ഇങ്ങനെ നമുക്ക് കൂട്ടായ്മയിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും സ്തുതികളിൽ കൂടെയും പ്രബോധനങ്ങളിൽ കൂടെയും പ്രസംഗങ്ങളിൽ കൂടെയും പ്രവചനത്തിൽ കൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനാലുള്ള ഒരു നിറവിനെ പ്രാപിച്ചെടുക്കാം. ഇതുണ്ടാകണം. പക്ഷെ പലയിടങ്ങളിലും, ഞാൻ ഇവിടെയല്ല പറയുന്നത്, പലയിടങ്ങളിലും കാണുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പ്രാപിക്കുക എന്നതല്ലാതെ അതിനപ്പുറം അടുത്തൊരു തലമുണ്ട്.
അത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മമനുഷ്യൻ സമ്പന്നമാകുക എന്നുള്ളതാണ്. ആമേൻ. നമ്മുടെ ആത്മമനുഷ്യൻ സമ്പൂർണനാകുക എന്നുള്ളതാണ്. ഓ, ഇന്നത്തെ പകലിൽ അതിനുവേണ്ടിയുള്ള ചില ഏരിയകളെ നിങ്ങളുടെ മേൽ തുറന്നു തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ആത്മമനുഷ്യന് സമ്പൂർണതയിലേക്ക് കയറാൻ കഴിയുന്നത്, ഒരു പൂർണ്ണതയിലേക്ക് കയറാൻ കഴിയുന്നത്? നമ്മുടെ അകത്തൊരു ആത്മമനുഷ്യൻ ജനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുമ്പോൾ അതിന് പല സ്റ്റേജുകളുണ്ട്. ശിശുത്വ സ്റ്റേജുകളുണ്ട്, യൗവന സ്റ്റേജുകളുണ്ട്, ഇനി വളരെ മെച്യൂർ ആയിട്ടുള്ള സ്റ്റേജുകളുണ്ട്. ആമേൻ പറയാമോ? ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പുത്രിമാരും പുത്രന്മാരും, ഒന്നാമത്തെ സ്റ്റേജ് പുത്രിമാരും പുത്രന്മാരും, ശിശുക്കളുടെ സ്റ്റേജ്. ആ ശിശുക്കളുടെ സ്റ്റേജിനകത്ത് എന്ത് യഥാർത്ഥം കാണുന്നത്? പറഞ്ഞേ, പ്രവചിക്കും. പ്രൊഫറ്റിക് തലത്തിനകത്ത്, പ്രൊഫറ്റിക് തലങ്ങൾക്കകത്ത് ഏറ്റവും ബേസിക് തലമാണ് പ്രോഫസി. പ്രൊഫറ്റിക് തലങ്ങളിലെ, കേട്ടോണം, പ്രൊഫറ്റിക് തലങ്ങളിൽ ഡിഫറെന്റ് ഡൈമെൻഷനുകളുണ്ട്, ഡിഫറെന്റ് തലങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ചെറിയ തലമാണ്, ആദ്യത്തെ ബേസ് തലമാണ് പ്രോഫസി. ആമേൻ പറയാമോ? ഹല്ലേലൂയ. ദർശനങ്ങൾ കാണും. പ്രോഫസിയുടെ അടുത്ത തലമാണ് വിഷന്റെ തലം. പലരും വിഷൻ ഒന്നും ഇപ്പം വേണ്ട പാസ്റ്ററെ, എന്നോട് പ്രവചിച്ചോണ്ടിരുന്നാൽ മതി. പലർക്കും വിഷനൊക്കെ ദൈവം കൊടുത്തു, അത് അടുത്തൊരു തലമായിരുന്നു. പക്ഷെ ആർക്കും ഇതൊന്നും. ദർശനത്തിന്റെ തലം അതാരാ കാണുന്നത്? കുട്ടികളിൽ നിന്ന് അടുത്ത തലം യൗവനക്കാർ, കുറെ കൂടെ മെച്യൂർ ആയിട്ടുള്ളവർ. ആമേ. ഇനി അതിന്റെ അടുത്ത തലമാണ് സ്വപ്നം. ആരാ പറഞ്ഞേ? ആരാ കാണുന്നേ? യൗവനക്കാരുടെ അടുത്ത തലം പറഞ്ഞേ, നിങ്ങൾ തന്നെ പറ. ആമേ. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. കേട്ടോ, മെച്യൂരിറ്റിയുടെ ഡിഫറെന്റ് തലത്തിനകത്ത് തുറക്കപ്പെടുന്ന ഡിഫറെന്റ് ഡൈമെൻഷനാണ്. ആമേ. ഹല്ലേലൂയ. ശിശുത്വത്തിന്റെ സ്റ്റേജിൽ നീ കയറി മെസ്സേജ് ചെയ്യാനിരിക്കുമ്പോൾ നിനക്കൊരു പ്രോഫസി കിട്ടും. പക്ഷെ നിന്റെ ആത്മമനുഷ്യൻ അടുത്ത തലങ്ങളിലേക്ക് വളർന്നാൽ നീ അടുത്ത പ്രൊഫസി ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? കണ്ടുകൊണ്ടായിരിക്കും. ആമേൻ. നീ അടുത്ത പ്രോഫസി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? അടുത്ത മെച്യൂർ ലെവലിലേക്ക് കയറിയാൽ നീ പ്രോഫസി ചെയ്യുന്നത് ആമേൻ കണ്ടുകൊണ്ട് മാത്രമല്ല, അതിന്റെ അടുത്ത തലം നീ സ്വപ്നങ്ങളെ, നിന്റെ ഡ്രീമിനകത്ത്, നീ മീറ്റിംഗിൽ വരുന്നതിന് മുന്നമേ നിന്റെ ഡ്രീമിനകത്ത് സകലതും തുറക്കപ്പെടും. ആമേൻ പറ. ഇന്നത്തെ പകലിൽ ഒരു മെച്യൂരിറ്റിയിലേക്ക് ഇതിനകത്ത് കയറട്ടെ, ഒരു മെച്യൂർ ലെവലിൽ. കർത്താവ് പറഞ്ഞ അംശമായത് നീങ്ങിപ്പോകും, പൂർണ്ണമായത് വരുമ്പോൾ. ഇന്ന് ചില അംശത്തിനകത്ത് നിന്ന് ജനം പൂർണ്ണതയിലേക്ക് കയറട്ടെ. ഓ ശാലമറ ഹസപ്രഭന വൈഡമനഗർ തുരിവിരിയാം പ്രഭതലഗതന ലമർഥന വൈഡമനഘടകതന ലീബർഥന വൈശ്യപ്രബലഘടകതന. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് ചില അംശമായത് മാറിപ്പോവുകയാണ്. നിന്റെ മിനിസ്ട്രിക്കകത്ത് നിന്ന് ചെറുത് ഈ ശിശുത്വ സ്റ്റേജിനകത്തുള്ളത് ബ്രേക്ക് ആവുകയാണ്. നീ പൂർണ്ണതയിലേക്ക് കയറുക. ആ ചിറകടിച്ചടുത്ത തലങ്ങളിലേക്ക് കയറി വരിക. റാബുജാബോ സെഖേനിയാം പ്രബദന ലമർഥന വൈഡമന റിഗദൂന കശംപ്രബലക ധിരിവിൽ ഖബൗറിയാന്തൽ ഖബന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ ഞാൻ പോകട്ടെ. അപ്പോ ആത്മമനുഷ്യന്റെ ശിശുത്വമുണ്ട്. ഒന്ന് പറഞ്ഞേ, ശിശുത്വം. ഞാൻ ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? കാരണം ദൈവം ഈ നാളുകളിൽ പറയുന്ന ഒരു കാര്യം പറയാൻ എനിക്ക് ഞാൻ ബീന സിസ്റ്റർക്ക് അറിയാം, ഒന്നും പ്രിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ എന്തോ നമ്മൾ ഓൾറെഡി പ്രസംഗിച്ച പ്രസംഗം കൊണ്ടുവന്ന് പറയാനൊന്നും ഇരിക്കുന്ന ആളല്ല ഞാൻ. ദൈവാത്മാവ് എന്തു പറയുന്നു അത് പറയാനിരിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം ശക്തമായി ഇടപെടുന്നത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ശിശുത്വം. നമ്മുടെ ആത്മമനുഷ്യനിൽ എന്തുണ്ട്? ശിശുത്വ സ്റ്റേജ് ഉണ്ട്.
അതിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് നമ്മൾ മെച്യൂർ ആയിട്ടുള്ള അടുത്ത തലങ്ങളിലേക്കും കയറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. നിങ്ങൾക്കറിയാമോ, കൊരിന്ത്യ ലേഖനം ഒന്നെടുത്തേ. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5, 6, 7 ഒന്ന് വായിച്ചേ. സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും ഉറപ്പില്ലാത്തവരായി കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. മതി മതി. അവിടെ പറയുന്നു, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ശ്രദ്ധിച്ചോണേ. അതായത് വചനത്തെ കുറിച്ചൊന്നും അവർക്ക് ഒരറിവ് കേടും, എല്ലാ വചനവും ഉണ്ട്, എല്ലാ വേടും അവർക്കറിയാം. അടുത്ത വചനം പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും, അവർക്ക് എല്ലാ കൃപാവരങ്ങളും അവര് ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഞാൻ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിലും പറയുന്ന കാര്യം ഞാൻ കേൾക്കുന്നുണ്ട്. പാസ്റ്ററെ, നിങ്ങൾ എന്താ ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയാത്തത്? നമ്മൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കണ്ടേ? തീർച്ചയായും കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കണം. കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കർത്താവിന്റെ വരവിൽ പോകാൻ വേണ്ടി ഇവിടെ ഒരു പ്രിപ്പറേഷൻ ഇല്ലേ? എപ്പോഴും കർത്താവിന്റെ വരവ്, കർത്താവ് വരും നമുക്കറിയാം, പക്ഷെ കർത്താവ് വരുമ്പോ പോകണമെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അതാ ചർച്ച്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സകല വചനത്തിലും പരിജ്ഞാനത്തിലും അവർ സമ്പന്നരാ. ഒന്ന് പറഞ്ഞ, ഒരു വചനം, അവരോട് ഏത് വചനം എടുത്താലും അവർക്ക് കാണാപ്പാടാ. എവിടെന്നും അവർ ചോദിച്ചാൽ ആൻസർ ഉണ്ട്. അവർക്ക് ഒരു കൃപാവരത്തിലും കുറവില്ല. കാരണം എല്ലാ കൃപാവരങ്ങളും ആ ചർച്ചിനകത്ത്, കൊരിന്ത്യ ചർച്ചിനകത്ത് ഉണ്ട്. ഹല്ലേലൂയ. എല്ലാ ആത്മതലങ്ങളും അതിനകത്ത് ചലിക്കുന്നുണ്ട്. എല്ലാ ഏരിയകളും. അവർ കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുക. ഇനി എപ്പോഴാ കർത്താവ് വരുന്നത്? അതിനുവേണ്ടി കാത്തിരിക്കുന്ന ജനറേഷൻ. പക്ഷെ അവരെ നോക്കി 3-ാം അധ്യായം 1 വായിച്ച്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്ന പോലെ അല്ല, ജഡികന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. മതി. ഇതെന്താ ഇത്രയും ടോപ്പ് ലെവലിൽ നിന്ന് അസാധാരണമായിട്ട് മിനിസ്റ്റർ ചെയ്യുന്ന, അസാധാരണ വചനത്തെ കുറിച്ച് പരിജ്ഞാനമുള്ള, എല്ലാ കൃപാവരങ്ങളും ചലിപ്പിക്കുന്ന, കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വചനത്തിൽ പറയുക, നിങ്ങളോട് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ ശിശുക്കളായവരോട്. കണ്ടോ? അപ്പൊ ഈ മിനിസ്ട്രിയും നമ്മുടെ ആത്മ മനുഷ്യന്റെ വളർച്ചയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആമേൻ പറ. രണ്ടും തമ്മിൽ ഡിഫറൻറ്റ്, അല്ലെങ്കിൽ അതിനകത്ത് തമ്മിൽ എന്തില്ല, രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുന്നതാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. മനസ്സിലായോ? നമ്മൾ പ്രസംഗിക്കുന്നവരായി മാത്രം ഇരിക്കരുത്, പ്രവചിക്കുന്നവരായി മാത്രം ഇരിക്കരുത്. അത് നിങ്ങൾ ഉപയോഗിക്കുക, പൊതുപ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കുക. അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. അതെല്ലാം ദൈവ മഹത്വത്തിന് വേണ്ടി ചലിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനകത്ത്, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ജനിപ്പിച്ചിരിക്കുന്ന ഒരു ആത്മ മനുഷ്യനുണ്ട്. ആ ആത്മ മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുങ്ങുക. റാംശഖാനമദന ലെമർത്തന. എന്താ സഭയെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു? ഒറ്റ കാര്യം, ക്രിസ്തു എന്ന തലയോളം വളരാനാണ് സഭയെ ദൈവം ഭൂമി നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനാ ഈ കൂട്ടായ്മയുടെ പ്രാധാന്യം? 2 പ്രോഫസി കേട്ടിട്ട് പോകാനല്ല, പകരം പ്രോഫസി നീ കേൾക്കുമ്പോൾ തന്നെ, നിന്റെ ആത്മീക വർധനയ്ക്ക് അത് ഉതകുമ്പോൾ തന്നെ, നിന്റെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ കൂട്ടായ്മ പ്രയോജനമായി തീരട്ടെ.
ഷേഖബാറ സിഖോറിയാന്തലബ ലേംബ്രഗ സിഖോറിയാന്തൽ കമനഗജന ലമർച്ചന ലമർച്ചന വൈഡമനഗജന. എത്ര കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വചനത്തെ കുറിച്ച് അറിവുള്ളവരാന്ന് പറഞ്ഞാലും, എത്ര കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാലും, എത്ര കൃപാവരത്തെ അനുഭവിക്കുന്നവരാണെങ്കിലും, നിന്റെ ആത്മാവിൽ വളർച്ചയില്ലെങ്കിൽ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കും, നീ ആത്മീകൻ എന്ന പോലെയല്ല, ജഡീകൻ എന്ന പോലെ ശിശുക്കളാണ് നീ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? അപ്പൊ ശിശുക്കളം അല്ലെങ്കിൽ ശിശുത്വ സ്റ്റേജിനകത്ത് നമുക്ക് നമ്മൾ എന്ന വ്യക്തിയെ ഭരിക്കുന്നത് ആത്മമനുഷ്യനല്ല, പിന്നെ ആരാ? ജഡമനുഷ്യൻ. ആത്മമനുഷ്യൻ ഇടയ്ക്ക് വെളിപ്പെടും. അതാ ഞാൻ ഇച്ചിരി പറഞ്ഞത്, 24 മണിക്കൂർ ഉണ്ടെങ്കിൽ എത്ര മണിക്കൂർ നമ്മളിൽ ആക്ടിവേറ്റ് ആകുമെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇത് ആക്ടിവേറ്റ് ആകാത്ത? നമ്മൾ തന്നെ തിരിച്ചറിയാം, നമ്മുടെ ആത്മമനുഷ്യനിൽ ഒരു വളർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ആത്മമനുഷ്യൻ വളർന്നു കഴിഞ്ഞാൽ നിന്റെ ജഡം ചലിക്കത്തില്ലെന്ന്, നിന്റെ മേൽ ഒരു ജഡത്തിന് ചലിക്കാൻ കഴിയത്തില്ലെന്ന്. തിരിച്ചറി. ഇന്ന് നിന്റെ ആത്മമനുഷ്യനെ നീ വളർത്തിയെടുക്കുക. ആമേൻ പറ. ആത്മമനുഷ്യനെ നീ വളർത്തിയെടുക്കുക. ശിശുത്വ സ്റ്റേജിൽ നിന്ന് നീ കയറുക. ഓ റാക്കുസ പ്രഭാലിയ എങ്ങനെ നിന്റെ ആത്മമനുഷ്യനെ വളർത്താൻ കഴിയും? ഒന്നാമത്തെ ഏരിയ, നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. ആമേൻ പറ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യം, കൊരിന്ത്യ ലേഖനം എടുത്തിട്ട് പറയും, പല അഭിഷക്തന്മാർ പറഞ്ഞു, അവർ അതിനകത്ത് പറഞ്ഞ ഒരു ഏരിയ, അവരെ കുറ്റം പറയുന്നില്ല, അവർ പറഞ്ഞ ഏരിയ ഇതാണ്: നിങ്ങൾ സഭയിൽ അന്യഭാഷക്കാരൻ എന്ത് ചെയ്യണം? അധികം ഒന്നും അന്യഭാഷയിൽ സംസാരിക്കണ്ട. സഭയിൽ എന്ത് ചെയ്യണ്ട? സംസാരിക്കണ്ട. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, സഭയിൽ അധികം അന്യഭാഷയെ. ബ്രദർ സിസ്റ്റർ, ആക്ച്വലി ഇത് ആരോടാ പറയുന്നേ? കൊരിന്ത്യ സഭയോട്. ഇപ്പോൾ പറഞ്ഞു, ശിശുക്കളായ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ അർത്ഥം എങ്ങനെ അന്യഭാഷ ഉപയോഗിക്കണമെന്നോ എന്തിനു വേണ്ടിയാണ് അന്യഭാഷ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഇല്ല. ആമേൻ പറ. ഹല്ലേലൂയ. ഒരു കാര്യം, ഒരു വസ്തു, ഒരു എന്തെങ്കിലും ഒരു വസ്തു, അതിന്റെ യഥാർത്ഥ ഉപയോഗം മനസ്സിലാക്കാതെ ഉപയോഗിച്ചാൽ അതിന്റെ യഥാർത്ഥ റിസൾട്ട് നമുക്ക് നൽകത്തില്ല. ആമേൻ പറ. റിസൾട്ട് നമുക്ക് നൽകത്തില്ല. എന്നതുപോലെ കൊരിന്ത്യ സഭയിലുള്ള എല്ലാവരും അന്യഭാഷ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യുന്നില്ല? അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് തുറന്നു കൊടുത്ത ടങ്സിന്റെ ഒരു ബേസിക് തലമുണ്ട്. ഒന്ന് പറഞ്ഞ ബേസിക് തലം അല്ലെ? ശിശുക്കൾക്ക് എന്താ കൊടുക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീടിന്റെ പ്രമാണം എടുത്തു കൊടുക്കുമോ? എത്ര പേര് എടുത്തു കൊടുക്കും? നമ്മുടെ ഭവനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് നല്ല ഏറ്റവും വലിയ ഡയമണ്ട് ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയുക, അങ്ങ് ബേസിക് ആയിട്ട് പറയുക, വലിയ ഡയമണ്ട് ഒക്കെ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആരൊക്കെ എടുത്തു കൊടുക്കുന്നേ? അവർക്ക് കൊടുക്കുന്ന എന്താ? ഐസ്ക്രീമും. പറ, ഐസ്ക്രീമും. സാധാരണമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ. അപ്പൊ കൊരിന്ത്യ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ തുറക്കപ്പെട്ട അന്യഭാഷയുടെ റലം ഏതാ? ഒരു ബേസിക് റലം. ഏറ്റവും ചെറിയ റലമാണ്, ഏറ്റവും ചെറിയ തലമാണ്. ആമേൻ. പക്ഷെ അതിൽ തന്നെ എന്ത് ചെയ്യുക? ഇവരിങ്ങനെ തുടരുക. അതിനപ്പുറം ഒരു വളർച്ചയിലേക്ക് അവൻ പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയോട് പൗലോസ് വന്നിട്ട് പറഞ്ഞ ഇങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? വേഗത്തിൽ ഒന്ന് വചനം എടുത്ത്. എത്ര മണി വരെയാ സിസ്റ്ററെ? 7:30 വരെയല്ലേ? ഓക്കെ. 12-ാം അധ്യായം 1-ാമത്തെ വാക്യം എടുത്ത്.
സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മതി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, അവരെല്ലാ കൃപാവരങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഇല്ല. ആമേൻ പറ. അവര് പ്രോഫസി ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രോഫസിയുടെ അടുത്തൊരു തലങ്ങളിലേക്ക് അവർ കയറുന്നില്ല. അവർക്ക് എന്തില്ല? ഐഡിയ ഇല്ല. ആമേൻ. ഒന്ന് പറഞ്ഞ സ്പിരിച്വൽ ഐഡിയ. ആമേൻ പറഞ്ഞാട്ടെ. ഒന്ന് വാ തുറന്നൊന്ന് പറയാമോ? സ്പിരിച്വൽ ഐഡിയ, സ്പിരിച്വൽ നോളേജ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആത്മതലങ്ങൾക്കകത്ത് ഈ പ്രോഫസി എന്ന് പറയുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. പ്രോഫസി എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന, അല്ല പ്രോഫറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫറ്റ് വരണം, നമ്മളോട് പ്രവചിക്കണം, ഇത് മാത്രമേ നമുക്ക് പ്രോഫറ്റിനെ കുറിച്ച് അറിയത്തുള്ളൂ, അല്ലെ? അതുകൊണ്ട് നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം. എന്താ നമ്മുടെ തെറ്റ് നമുക്ക് അറിഞ്ഞുകൂടെ? ഇനി പ്രവാചകൻ വന്നേ നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് അറിയുള്ളൂ? എടാ, നമ്മുടെ തെറ്റ് നമുക്കറിയാം. നമ്മൾ എന്താ ചെയ്യുന്നത് എന്താ? നമുക്ക് ആ സമയത്ത് ജ്ഞാനവും പരിജ്ഞാനവും ഇല്ലാത്ത, ഒന്നും അറിയാത്ത വ്യക്തികളാണോ? അല്ല, നമുക്കറിയാം. എബ്രായ ലേഖനം വായിക്കുമ്പോൾ പറയുന്നത് കൃപാസനത്തോടെ ഏത് സമയവും അടുത്തു വരാൻ. ഇതൊക്കെ എപ്പോഴാ നമുക്ക് വചനം വായിക്കാൻ സമയം? നമുക്ക് പ്രവാചകൻ വന്ന് നമ്മുടെ കുറ്റത്തെ ചൂണ്ടിക്കാണിച്ചാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. പ്രവാചകന്റെ ഡ്യൂട്ടി നമ്മുടെ കുറ്റം കണ്ടുപിടിക്കലല്ല. ആമേൻ പറ. അത് ആരോ പറഞ്ഞു വെച്ചതാ. പഴയ നിയമ പ്രവാചകൻ അതായിരിക്കാം. പക്ഷെ ക്രിസ്തു യേശു തിരഞ്ഞെടുത്ത പ്രവാചകന്റെ മെയിൻ ഡ്യൂട്ടി, ആമേൻ, ആ പ്രവാചകൻ സഭയുടെ അടിസ്ഥാനമാണ്, ഫൗണ്ടേഷനാണ്. ആമേൻ. ഇതിൽ പണിയപ്പെടുന്ന ഒരുവനെ നോക്കിയിട്ട് പറയുകയാണ്, അവൻ ക്രിസ്തു എന്ന തലയോളം വളരും. അതിനുവേണ്ടിയ ക്രിസ്തു, ആമേൻ, സഭയ്ക്കകത്ത് അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, ഉപദേഷ്ടാക്കൻ എന്ന 5 തരത്തിലുള്ള 5 ഫോൾഡ് മിനിസ്റ്റേഴ്സിനെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനോ നിന്നോട് 2 പ്രോഫസി പറയാനോ അല്ല പ്രവാചകന്റെ ഡ്യൂട്ടി നിന്നെ ആത്മാവിൽ വളർത്തിയെടുത്തുക. എന്നെ വിളിച്ചിരിക്കുന്ന ഒരു പ്രവാചക അധികാരത്തില. ഇത്രയും നേരമായിട്ട് എന്തെങ്കിലും പ്രവചനം പറഞ്ഞോ? ചിലരൊക്കെ ഉണ്ട്, ഞാൻ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്, പ്രവചനം പറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിക്കത്തില്ല. എന്റെ ദൈവാത്മാവ് തരാത്ത പ്രവചനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ നിങ്ങളെ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ ആരെ അടച്ചാക്ഷേപിക്കുന്നില്ല. ആരോടും ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനൊരു കാര്യം പറയാം. ദൈവം എന്നോട് സംസാരിച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. ദൈവം സംസാരിക്കാത്ത കാര്യം എനിക്ക് പറയണ്ട. ഹല്ലേലൂയ. കാരണം എന്നെ വിളിച്ചിരിക്കുന്ന കോളിംഗ് എനിക്കറിയാമേ. എന്നെ വിളിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എനിക്ക് എന്താണെന്ന് അറിയാമേ. ഹല്ലേലൂയ. ഇത്രയും നേരം ഞാൻ റെവലേഷൻ മാത്രം പറയുന്നത്, വചനം മാത്രം പറയുന്നേ. കാരണം ഇത് നിങ്ങളുടെ ആത്മ മനുഷ്യനിൽ ഒരു വളർച്ച ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയ ദൈവം സഭയിൽ ഒരു പ്രവാചകരെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മീക വരങ്ങളെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത, എന്നാൽ ആത്മീക വരങ്ങളെ ഉപയോഗിക്കുന്ന കൊരിന്ത്യ സഭയോട്, ശിശുത്വത്തിൽ നിൽക്കുന്ന കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ അന്യഭാഷ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി ഉപയോഗിക്കണം. ആമേൻ. നിങ്ങൾക്ക് ഒരു വചനം കൂടെ എടുക്കാമോ? 14-ാം അധ്യായം അതിന്റെ 39 എടുത്ത്. 1 കൊരിന്ത്യർ 14:39. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിക്കുകയും അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. സകലവും മതി. ഇച്ചിരി മുമ്പേ പൗലോസ് എന്താ പറഞ്ഞേ? ഇപ്പൊ എന്താ പറയുന്നത്? കുറച്ചു മുമ്പ് താൻ പറഞ്ഞത് ശിശുക്കളായവരോട് പറയുക, നിങ്ങൾ ഇങ്ങനെ അന്യഭാഷയെ സംസാരിക്കുന്നത് നിർത്ത്. പറ, തലയിലോട്ട് കൈവച്ചിട്ട് പറ, ഞാൻ ഇതുവരെ ഇങ്ങനെ സംസാരിച്ച് ഞാൻ നിർത്താൻ പോകുക. ഞാൻ അംശമായത് നിർത്താൻ പോകുക. ഞാൻ പൂർണ്ണതയുള്ള ടങ്സിലോട്ട് കയറാൻ പോകുക. തലയിലോട്ട് കൈവച്ചിട്ട് പറ. ഇന്ന് അംശമായിട്ടുള്ള ചില
ടങ്സിന്റെ ഏരിയകൾ ഞാൻ നിർത്താൻ പോവുക. അന്യഭാഷയുടെ തലം, ശിശുത്വത്തിനകത്ത് ശിശുക്കൾ സംസാരിക്കുന്ന അന്യഭാഷയുടെ തലം ഞാൻ നിർത്താൻ പോവുക. ഞാൻ മെച്യൂർ ആയിട്ടുള്ള അന്യഭാഷയിലേക്ക് കയറാൻ പോവുക. ഹല്ലേലൂയ. എന്താ പൗലോസ് ആദ്യം അവിടെ മിണ്ടാതിരിക്കണമെന്നും ഇപ്പോൾ ഇത് വിലക്കരുതെന്നും പറഞ്ഞതിന്റെ കാര്യം എന്താ അറിയാം? ഇതിനിടയിൽ ചില കാര്യങ്ങൾ നടന്നു. കാരണം അന്യഭാഷയെ കുറിച്ചുള്ള യഥാർത്ഥ തലങ്ങളെ അപ്പോസ്തലനായ പൗലോസ് ചില വചനങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. റാംസബോരിയാന്തല, നിങ്ങൾക്കറിയാമോ? വല്ല മനസ്സിലായോ? ആ വചനത്തിന്റെ ഡെപ്ത് മനസ്സിലായോ? ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞേ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഈ ഭൂമിയിൽ നീ ഒരു റൂമിനകത്തിരുന്ന് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ തന്നെ ആത്മമണ്ഡലങ്ങളിൽ അദൃശ്യനായ ദൈവത്തിന്റെ ഫോക്കസ് നിന്നിലേക്ക് ഡയറക്റ്റ് വരുന്ന ഇടമാണ് അന്യഭാഷ. അന്യഭാഷയെ സംസാരിക്കുമ്പോൾ ആ സമയം തന്നെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ചെവി നിന്നിലേക്ക് കൂർപ്പിക്കും. നിങ്ങൾ മനസ്സിലാകുന്നില്ല, പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവവും നീയുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടമാണ് അന്യഭാഷ. നാൽപ്പത് ദിവസം മോശ എവിടെ കയറി? മലയുടെ മുകളിൽ കയറി ദൈവവും മോശയും അഭിമുഖമായ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കൊണ്ടിരുന്നു. എപ്പോൾ സംസാരം അവസാനിപ്പിച്ച് താൻ പുറത്തോട്ട് വരുമോ തന്റെ ശരീരം ഉൾപ്പെടെ തേജസ്സാൽ നിറയപ്പെട്ടു. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ ഇത് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിന്നൊരു മല കയറണ്ട, നീ മറ്റൊരു സ്ഥലത്ത് പോകണ്ട, നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നീ മനുഷ്യരോടല്ല, നീ ദൈവത്തോട് അഭിമുഖമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് നിന്നിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു ദൈവ തേജസ്സുണ്ട്. എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട്? എന്തുകൊണ്ട് നിന്റെ അന്യഭാഷയുടെ തലങ്ങൾ ഇന്ന് വളരാൻ പോകുന്നു? ഒറ്റ കാര്യം, നീ ഈ വെളിപ്പാടിനെ തിരിച്ചറി. മനുഷ്യരോടല്ല, നീ ദൈവവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടമാണ് അന്യഭാഷ. നീ എത്രമാത്രം അന്യഭാഷയിൽ സംസാരിക്കുമോ അത്രത്തോളം ദൈവവുമായി ഡയറക്റ്റ് കണക്റ്റ് ആകും നീ. ആമേൻ പറ. ഡയറക്റ്റ് കണക്റ്റ് ആകും. ഒന്ന് അന്യഭാഷയിൽ ഒന്ന് സംസാരിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ പലരും അന്യഭാഷയെ കുറിച്ച് ഇങ്ങനെ റോങ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ട് പലരും അന്യഭാഷയെ നിർത്തിക്കളഞ്ഞു, പലരും അന്യഭാഷയെ സംസാരിക്കുന്നത് നിർത്തിക്കളഞ്ഞു. എന്നാൽ ആത്മാവ് ഇന്ന് നിനക്ക് അടുത്തൊരു തുടക്കം തരാൻ പോകുക. നിന്റെ അണഞ്ഞു കിടക്കുന്ന ആ കൃപാദാനത്തെ ഇന്ന് ജ്വലിപ്പിക്കാൻ പോകുക. ഇന്ന് പകലിൽ നീ അന്യഭാഷയിൽ നീ സംസാരിച്ചു തുടങ്ങുക. അതരങ്ങളെ തുറക്ക്. നിനക്ക് ദൈവത്തിന് ഇടയിൽ യാതൊരു മധ്യസ്ഥനില്ലാതെ ഡയറക്റ്റ് നിനക്ക് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ദൈവവുമായി ഡയറക്റ്റ് ബന്ധപ്പെടാൻ പ്ലേസ് ആണ് അന്യഭാഷ. ഒരു അന്യഭാഷയുടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു സഭ ഒരുമിച്ച് ദൈവവുമായി കണക്ട് ആവുകയാണ്. ആ ടൈമിൽ ദൈവവുമായി കണക്ട് ആവുക. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന. ആമേൻ. അതിന് പല പ്രോസസ്സുകളുണ്ട്. ഇവിടെ നിന്ന് നിന്റെ പ്രാർത്ഥന ഏറ്റെടുക്കേണ്ട ഒരു ദൂതനുണ്ട്. സ്വർഗത്തിൽ അത് കൊണ്ടുപോയിട്ട് സ്വർഗത്തിൽ ആ ദൂതൻ ആ പ്രാർത്ഥനയെ, ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയെ ആമേൻ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കേണ്ടതിന് പല പ്രോസസ്സുകളുണ്ട്. വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മതി. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ യാതൊരു പ്രോസസ് ഇല്ല. അപ്പനും മകനുമായുള്ള ഡയറക്റ്റ് ബന്ധത്തെ വെളിപ്പെടുത്തുന്ന പ്ലേസ് ആണ്. ഡയറക്റ്റ് ബന്ധത്തെ റിലീസ് ചെയ്യുന്ന ഏരിയയാണ് ടങ്സ്. ശാഖബറ സിഖമന റിഗമന റബദന ലിബ്രമനഗ സിയം റബദലഗജനം.
മൂർച്ച കൂടട്ടെ, അന്യഭാഷയുടെ മൂർച്ച കൂടട്ടെ, അന്യഭാഷയുടെ അടുത്ത തലങ്ങൾ വെളിപ്പെടട്ടെ. എന്തിനാണ് അന്യഭാഷ സംസാരിക്കണമെന്ന് അറിയത്തില്ലാതെ വണ്ണം ഇന്ന് വരെ നമ്മൾ സംസാരിച്ചു. എന്നാൽ ഇന്ന് തിരിച്ചറിയി, നിനക്കും പിതാവായ ദൈവവുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷന് വേണ്ടി ആത്മതലങ്ങളിൽ ദൈവം റിലീസ് ചെയ്തിരിക്കുന്ന ആത്മീക ദാനമാണ് ടങ്സ്. ഓ ശമനഹതനമനകഥന. ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവൻ മനുഷ്യരോടല്ല, ദൈവത്തോട്. അടുത്ത ഭാഗം പറയുന്നു, അന്യഭാഷയിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രാർത്ഥനയാണ്. ആത്മാവിന്റെ പ്രാർത്ഥന. അത് നിന്റെ ജഡത്തിന്റെ പ്രാർത്ഥനയല്ല. എന്താ ആത്മാവിന്റെ പ്രാർത്ഥന കൊണ്ടുള്ള ആമേൻ ആമേൻ അതിന്റെ വലിയ ആമേൻ നിയോഗം എന്താ? 8-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. എന്റെ ബുദ്ധിക്ക് അറിയത്തില്ല എന്താണ് എന്റെ ആത്മ മനുഷ്യന് വേണ്ടതെന്ന്. ആമേൻ പറ, ആമേൻ പറ. റബഗസിയന്തല. നിങ്ങൾ ബുദ്ധി കൊണ്ട് അറിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് കർത്താവേ എനിക്ക് ഇത് വേണം, അത് വേണം, എനിക്ക് ഇങ്ങനെ ചെയ്തു തരണമേ, എന്റെ ജീവിതത്തിൽ ഇതൊരുക്കണമേ, ഇത് ചെയ്യണമേ, എന്റെ മുമ്പിൽ അടുത്ത വഴികൾ തുറക്കണമേ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയാ. പക്ഷെ യഥാർത്ഥത്തിൽ ആത്മ മനുഷ്യന് എന്താണ് വേണ്ടതെന്നുള്ളത് ബുദ്ധിയുടെ പ്രാർത്ഥനയ്ക്ക് അറിയത്തില്ല. ആമേൻ. നിന്റെ മുമ്പിൽ വാതിൽ അടഞ്ഞു കിടക്കുകയായിരിക്കും, നീ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, എന്റെ മുമ്പിലുള്ള ഈ വഴി തുറക്കണമേ എന്ന്. ഇത് പ്രാർത്ഥിക്കും. എന്നാൽ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ആത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ചിലതിന് വെട്ടി പ്രാർത്ഥിക്കും. ആമേൻ പറ. നിന്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത വാതിലുകളെ ആമേൻ അതിനെ അടച്ചു കളഞ്ഞിരിക്കുന്ന ആത്മതലത്തെ നിന്റെ അന്യഭാഷ വെട്ടൂന്ന്. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ആമേൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പ്രയർ, ദൈവസന്നിധിയിൽ എത്തുന്ന പൂർണ്ണതയുള്ള പ്രാർത്ഥന. അത് നിന്റെ ആത്മാവിന്റെ പ്രാർത്ഥനയാണ്, അത് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ്. പ്രബോധന. ഇന്ന് എത്ര പേർ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നേ? നിന്റെ പ്രാർത്ഥന ടങ്സിലോട്ട് ചേഞ്ച് ആകട്ടെ, കംപ്ലീറ്റ് ടങ്സിലോട്ട്. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന വേണ്ടെന്നല്ല, അതൊരു ബേസിക് തലമാണ്. എന്നാൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥന അത് ബേസിക് അല്ല, അത് മേജർ തലമാണ്. നിനക്കറിയത്തില്ല നിന്റെ ആത്മാവിന് ചലിക്കാൻ കഴിയാതെ കിടക്കുന്ന മേഖല എന്താണെന്ന് നിന്റെ ബുദ്ധിക്ക് അറിയത്തില്ല. പക്ഷെ ആത്മാവിന് അറിയാവുന്നത് കൊണ്ട് ആത്മാവിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആത്മാവിന്റെ പ്രാർത്ഥന അവൻ പല മേഖലകളെയും തൊടുന്നതാണ്. ആത്മാവ് നിങ്ങളുടെ ഭവനത്തെ തൊടുകയാണ്, തൊടുകയാണ്, തൊടുകയാണ്. നിങ്ങളുടെ ഉദരത്തെ പരിശുദ്ധാത്മാവ് തൊടുന്ന ആത്മാവ് പ്രവചിക്കുകയാണ്. അസാധാരണമായ ദൈവശക്തി, ദൈവശക്തി. ജീവജലനദികൾ ഒഴുകി വരട്ടെ, നിന്റെ ഉദരത്തിൽ നിന്ന് ജീവജലനദികൾ ഒഴുകി വരട്ടെ. നിന്റെ ആത്മ മനുഷ്യന് വേണ്ടത് എന്തെന്ന് ബുദ്ധിക്കറിയാതിരിക്കുമ്പോൾ നിന്റെ ആത്മ മനുഷ്യന് എന്തെന്ന് വേണ്ടത് അത് ആത്മാവിന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നതാണ്. അന്യഭാഷയിൽ അതരങ്ങൾ തുറന്ന് ഒരുവൻ അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ആത്മാവിന്റെ പ്രാർത്ഥന, അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് എന്ത് ചെയ്യും? അത് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായും, ദൈവത്തിന്റെ മഹത്വത്തെ ആരായും, ദൈവം എന്താണെന്ന് വെളിപ്പെടുത്തി തരുമേ. ഇന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങ, ദൈവം ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയും. നിന്റെ ബുദ്ധിക്ക് പിടിക്കാൻ കഴിയാത്ത ഏരിയയിൽ നിന്റെ ആത്മാവിന് തിരിച്ചറിയുന്ന വിധത്തിൽ റബലഘടകഥന നിന്റെ ആത്മാവിലേക്ക് ദൈവത്തെ തന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ്. പ്രാർത്ഥിര
റിഗബലഘടകതല ദുരിബിൽ കമനഘടകതല റിബബബബബബബബ ശേഖരിയാം പ്രബതല. ഇന്നത്തെ പകലിൽ ദിനസിസ്റ്റർ ഒരു ടങ്സ് കോൺഫറൻസ് നിങ്ങൾ ക്രമീകരിക്കാൻ ആത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ ചർച്ചിന്റെ ആത്മമണ്ഡലം തിരിയപ്പെടും. നിങ്ങളുടെ ചർച്ചിന്റെ ആത്മമണ്ഡലം തിരിയപ്പെടും. ഓ റഖബസിയാം ദൽക്കമന. അവിടെ നിങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട്, അത് നിങ്ങളുടെ ചർച്ച് എന്ന് പറയുമ്പോൾ തന്നെ അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരമാകുന്ന സഭയ്ക്ക് എന്തു വേണമെന്നുള്ളത് അന്യഭാഷയിലുള്ള പ്രാർത്ഥന വെളിപ്പെടുത്തും സ്വർഗത്തിൽ. റിബല റിഗത ലഗത 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 നഗത ലിഗന റഗദുനിയ സബനഗജന റിബ ബാമ സേഖേനിയാം പ്രബധന. ഇന്ന് നിങ്ങളുടെ മേൽ ടങ്സിന്റെ റലം ഓപ്പൺ ആകട്ടെ. ഓ റിബ ബാബ ശേഖേനിയ പ്രബധന. റിഗതനഗതന. ആത്മാവിനെ പ്രാപിച്ച നാൾ മുതൽ നിങ്ങൾ പറയുന്ന ടങ്സ് അല്ല, ശിശുത്വത്തിന്റെ ടങ്സ് അല്ല. ഇന്ന് അടുത്തൊരു റേഞ്ച് നിന്റെ മേൽ തുറന്നു വരട്ടെ. അടുത്ത തലങ്ങൾ തുറന്നു വരട്ടെ. റബുദന ബൗസിയാം പ്രബധന ലീബ്രബന്ധേരിയ പ്രബധന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റൂബകസിയാം പ്രവചന ബിജോയ് ജമ്മു ദൈവദാസനെ ആത്മാവ് പ്രവചിക്കുന്നു. ഈ നാളുകളിൽ ശക്തമായി നിങ്ങളുടെ ടങ്സിന്റെ റലം ഓപ്പൺ ആക്ക. ആത്മമണ്ഡലങ്ങളിൽ ആത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഒരുമിച്ചിരുന്ന് അന്യഭാഷയെ സംസാരിക്കുമ്പോൾ യെരൂശലേം ഇളകിയതുപോലെ നിങ്ങളായിരിക്കുന്ന പ്ലേസിനെ സ്വർഗമിളക്കും. സ്വർഗമിളക്കും. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു ജനറേഷൻ അവിടെ ഉണ്ടെങ്കിൽ ആ ജമ്മു കാശ്മീരിന്റെ ആ പ്രദേശങ്ങളിൽ ദൈവത്തിന്റെ അസാധാരണമായ മൂവ് ആത്മാവ് പ്രവചിക്കുന്നു. ദൈവവചനം അവിടെ പരക്കാൻ പോകുക. ദൈവവചനം അവിടെ പരക്കാൻ പോകുക. ഡീമോണിക് വേർഡുകൾ അവിടെ കട്ടാകും. ഡീമോണിക് വേർഡുകൾ അവിടെ ബ്രേക്ക് ആകും. അവൻ ദൈവവചനം പരക്കും. ദൈവവചനം പരക്കും. ഇന്ന് ആത്മാവ് സഭയോട് പ്രവചിക്കുകയാണ്. ആത്മതലങ്ങളിൽ അന്യഭാഷ എന്ന് പറയുന്നത് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. അത് ആത്മാവിലുള്ള പോരാട്ടത്തിനുള്ള ആയുധമാണ്. അത് ആത്മീക പോരാട്ടത്തിനുള്ള ആയുധമാണ്. അന്യഭാഷ ആരുപയോഗിക്കുന്നു? ഇന്ന് ചില ആത്മീക പോരാട്ടത്തിന് വേണ്ടി ദൈവദാസനെ നിങ്ങൾ ഒരുങ്ങാൻ ആത്മാവ് പ്രവചിക്കുകയാണ്. ഓഹോ റബദലഘടകതന റിബലഗജുനദലഘടകമന. ടങ്സിന്റെ റലം ഓപ്പൺ ആകട്ടെ. ടങ്സിന്റെ റലം ഓപ്പൺ ആകട്ടെ. അടുത്ത ഡൈമെൻഷൻ തുറക്കപ്പെടട്ടെ. ലിബ്രകസറ്റോബോസ യാക്രോമസിറ്റോമസിയ ലഖിമറോദിനിയ സതാല റുമകശപ്രബാനിയാൻ തൊലമോഷേഖേരിയാന്തന. യെസ് 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 യെസ്. റബലഘടകതന. നീ അന്യഭാഷയിൽ അടുത്ത 1 മണിക്കൂർ നീ പ്രാർത്ഥിക്കാൻ വ്യക്തിപരമായി ദൈവസന്നിധി കയറിയിരുന്ന് നീ ഇറങ്ങി വരുമ്പോൾ നീ ആളുമാറുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. എൽസമ ബിജു എന്ന് പറഞ്ഞ ഡിവൈസിനെ നോക്കി പ്രവചിക്കുന്നു. നിങ്ങളുടെ കുടുംബം തിരിയപ്പെടാൻ പോകുന്നു. ടൈംസിൽ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളുടെ കുടുംബം തിരിയപ്പെടാൻ പോകുന്നു. റിബല ധുരബല ഗഷിയാം പ്രവചന അന്തരീക്ഷങ്ങൾ, ഇതിനകത്ത് അന്തരീക്ഷങ്ങൾ തിരിയപ്പെടുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില നിറവിന്റെ അനുഭവങ്ങൾ ചില കുടുംബങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്താ അന്യഭാഷ? അത് സ്വർഗത്തിന്റെ തീയാണ്. കമോൺ, അത് സ്വർഗീയ തീയാണ്. അത് നിന്റെ നാവിനകത്ത് നീ ഉപയോഗിക്കുമ്പോൾ നാവിൽ കൂടെ തുറക്കപ്പെടുന്ന സ്വർഗീയ തീയാണ്. സ്വർഗീയ തീയാണ്. അന്യഭാഷയിൽ ഒരുവൻ സംസാരിക്കുമ്പോൾ അവന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന തീയാണ്. നീ കാണാത്ത ആത്മതലങ്ങളിലേക്ക് ഈ തീ വ്യാപരിക്കും. ഈ നാളുകളിൽ നിങ്ങൾ അന്യഭാഷയിൽ അതിശക്തമായിട്ട് കുടുംബത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഭയങ്കര റെസ്റ്റോറേഷൻ സംഭവിക്കുന്നത് ആത്മാവ് പ്രവചിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇതുവരെ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ചിലതിനെ നിങ്ങൾ ദഹിപ്പിക്കും. നിങ്ങളുടെ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ ഒരു സ്വർഗീയ തീയാകിയാൽ ചില വാഴ്ചകളെ അത് ദഹിപ്പിച്ചു കളയുമെന്ന് ആത്മാവ് പ്രവചിക്കും.
Shakataba, Labakasa, Rokobose, Baraki Mosipana, Dial Martana, Sia Pravana. Yes, Torakapadata, thanks in the area, Vishala, Toraka. Oh, Riba Shabanagana. ഈ വെളിപ്പാടിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ഈ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുക. ഞാനും ദൈവവുമായി ഡയറക്റ്റ് കണക്ട് ആകുന്ന ഇടപാട് ടൈംസ്. വെളിപ്പാടിൽ പ്രാർത്ഥിക്കുക. വെളിപ്പാടിൽ ടങ്സിൽ സംസാരിക്കുക. റിബലഗതലതല, ഇത് ആത്മാവിന്റെ ആഴങ്ങളെ ആരായുന്ന ഇടമാണ് ടങ്സ്. എന്റെ ആത്മാവിൽ നിന്ന് വെളിപ്പെടുന്ന പെർഫെക്റ്റ് പ്രയർ ആണ് ആത്മാവിന്റെ പ്രാർത്ഥന. അവൻ പിശാചിനോട് എതിർത്തു നിൽക്കുവാൻ ആത്മീക പോരാട്ടങ്ങളിലെ ശക്തമായിട്ടുള്ള ആയുധമാണ് ആത്മാവിന്റെ പ്രാർത്ഥന. എന്റെ ആത്മ മനുഷ്യന്റെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയ്ക്കു വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഏരിയയാണ് ടങ്സ്. ചില രോഗങ്ങൾ അടിയുന്നു. രോഗങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്കകത്ത് നിന്ന് രോഗങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. Thank you, Father. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Garuki Prabalia, Sokoma, Helboria, Sidithala. ഇത് സ്വർഗീയ ഫയറാണ്, സ്വർഗീയ ഫയറാണ്. ഇത് സ്വർഗീയ തീയാണ്, സ്വർഗീയ അഗ്നിയാണ്. നിന്റെ നാവിൽ കൂടെ വെളിപ്പെടുന്നത് അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ഇത് സ്വർഗത്തിന്റെ നാവാണ്, സ്വർഗത്തിന്റെ ഭാഷയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു മേജർ സെലിബ്രേഷൻ ഉണ്ടാകാൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെടുകയാണ്. മേജർ സെലിബ്രേഷൻ. ആത്മാവിലൊന്ന് കണക്റ്റായേ, ആത്മാവിലൊന്ന് കണക്റ്റായേ. ലിനി മോൻസി എന്ന് പറയുന്ന ഡിവൈസ് നിങ്ങളുടെ മേൽ വിഷന്റെ തല ഓപ്പൺ ആവുകയാണ്. വിഷന്റെ തല ഓപ്പൺ ആവുകയാണ്. യെസ് 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 യെസ്. ആത്മതലങ്ങൾ ഓപ്പൺ ആവുകയാണ്. യെസ്, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ശേഖരിയാം പ്രബധന, ഇതിനകത്ത് ഹൃദയദൃഷ്ടി തുറക്കപ്പെടുകയാണ്. തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. തുറക്ക. നിങ്ങളുടെ നാവിനകത്തു നിന്ന് വെളിപ്പെടുന്ന അന്യഭാഷ എഫത്തായാണ്. അത് തുറക്കുന്നതാണ്. തുറക്ക. നീ ആത്മതലങ്ങളിൽ ഇരുന്ന് അന്യഭാഷയെ സംസാരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇതുവരെ അടഞ്ഞു കിടന്ന ആത്മതലങ്ങൾ തുറന്നു വരും. ഷൈല ജോഷി ആന്റി, നിങ്ങളുടെ മേൽ വർഷിപ്പിന്റെ അസാധാരണമായ തലം തുറന്നു വരികയാണ്. പ്രിയ ബാബു, നിങ്ങളുടെ മേൽ ഫിനാൻസിന്റെ തലം തുറന്നു വരികയാണെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഷബാല ഹസപ്രബാലി ലബൂർഥാന In the name of Jesus. In the name of Jesus. Thank you, Father. Rabru Katini Mizianaba. Yali Bragatoshabaniandala. Rugamasakeri Andal Kamana. അതേ ബ്രദറെ, ഈ നാളുകളിൽ നിങ്ങൾ ടങ്സിൽ അധികം മൂവ് ചെയ്യുക, അന്യഭാഷയിൽ മൂവ് ചെയ്യുക. റബദനഗദന, ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുക. ചിലതിന്റെ മുമ്പിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുവരാൻ പോകുക. മുമ്പിലോട്ട്. ലബദന ഫിലിപ്പോസിനെ ചിലതിൽ നിന്ന് മുൻപിലോട്ട് കൊണ്ടുവന്നതുപോലെ ചില ദേശങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അയക്കേണ്ടതിന് നിങ്ങളെ ദൈവം മുൻപിലോട്ടെടുക്കുകയാണ്. നിങ്ങളെ ചില രോഗങ്ങളാൽ നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ചില മേഖലകളെ ഇന്ന് പകലിൽ അതിനെ ബ്രേക്ക് ചെയ്ത് കളയുക. അന്യഭാഷ പറയുമ്പോൾ തന്നെ ആ രോഗങ്ങൾ ഈ ജനറേഷന്റെ മേൽ, ഈ കുടുംബത്തിന്റെ മേൽ, ഈ ഫാമിലിയുടെ മേൽ തുറന്നു വരട്ടെ.
ഈ സഭയുടെ മേൽ തുറന്നു വരട്ടെ, ഈ കൂട്ടായ്മയുടെ മേൽ തുറന്നു വരട്ടെ. അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ ഒരു മെച്യൂറായ ലെവലിൽ ആത്മീക വരങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്ന് അവർ പറയട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ അന്യഭാഷയെ സംസാരിക്കുമ്പോൾ തന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയാണ്. അതൊരു പ്രോഫസി ആയിട്ട്, അതൊരു വേർഡായിട്ട്, അതൊരു ദൈവശബ്ദമായി നിങ്ങൾ കേൾക്കുകയാണ്. യെസ് 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 യെസ്. ഓ ഓ ഓ ഓ ഓ പവർ പവർ പവർ. ടച്ച് ലോർഡ്, ടച്ച് ലോർഡ്. യെസ് യെസ് യെസ്. Hallelujah. In the name of Jesus. Power of God. Hallelujah. Thank you, Father. Wow, wonderful, 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 wonderful. Lebra kasafrakatinia. നിങ്ങൾ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അബലമാകും. ബുദ്ധി അബലമാകും. ബുദ്ധിയുടെ തലങ്ങൾ ചലിക്കത്തില്ല, ജഡം ചലിക്കത്തില്ല ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ. ഈ റെവലേഷനെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിയില്ല. ചുമ്മാ അന്യഭാഷ പറയുന്നതിനപ്പുറം ഈ റെവലേഷൻ, ഇതാ കൊരിന്ത്യ സഭയോട് പറഞ്ഞത്, നിങ്ങൾ ചുമ്മാ അന്യഭാഷയിൽ പറയാതെ ആത്മീക വരങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ അന്യഭാഷയെ സംസാരിക്കുക. Come on. Wow, 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 wonderful, wonderful, wonderful. Thank you, Father. Hallelujah. Amen. ആമേൻ. ഇന്നു മുതൽ നിങ്ങൾ ഈ റെവലേഷനെ തിരിച്ചറിഞ്ഞ് എപ്പോൾ അന്യഭാഷയെ സംസാരിക്കുമ്പോഴും നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ ദൈവവുമായി ഡയറക്റ്റ് കണക്ട് ആയിരിക്കുന്നു. വാവ്. ഈ ഒരു വെളിപ്പാടും കൊണ്ട് നീ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ കയറിയ മണിക്കൂറുകൾ നിന്റെ മുമ്പിൽ, മണിക്കൂറുകൾ നീ ദൈവസന്നിധി ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ നിർത്താൻ പോവുക. എനിക്ക് ഇത് ഒരു പാർട്ട് മാത്രം, ഒരു ഏരിയ മാത്രം ഒന്ന് തൊട്ടുപോകാനേ കഴിഞ്ഞുള്ളൂ. ഇനി ഇതിന്റെ അടുത്ത ഏരിയകളുണ്ട്. ദൈവം അനുവദിച്ചാൽ, അടുത്ത ഏതെങ്കിലും സമയം ദൈവം ഒരുക്കിയാൽ, ദൈവം ഇത് വീണ്ടും പറയാൻ നിർബന്ധിച്ചാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയും. എനിക്ക് ഈ ദിവസങ്ങളിൽ എനിക്ക് മെസ്സേജ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവാത്മാവ് ഇങ്ങനെ കൊണ്ടുപോവുക. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഇതിനകത്ത് ഇപ്പോൾ അന്യഭാഷയിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചിലരുടെ മേൽ അതിന്റെ കൃത്യമായിട്ടുള്ള, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഫസി വേർഡായിട്ട്, ഒരു വിഷനായിട്ട് കണ്ട എത്ര പേർ ഇതിനകത്തുണ്ട്? എത്ര പേർ ഇതിനകത്തുണ്ട്? യെസ് യെസ്. ലിനി മോൻസി ഉണ്ട്, എനിക്കറിയാം. എൽസമ ബിജു ഉണ്ട്, കണ്ടോ? റബസിയം ദൽക്കമന, ശൈല ജോഷി ആന്റി ഉണ്ട്. ആമേൻ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. ഒറ്റ കാര്യം. അന്യഭാഷയിലുള്ള വ്യാഖ്യാനം നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒന്ന്, നിങ്ങൾക്കത് വിഷനായിട്ട് നിങ്ങൾക്ക് തുറക്കപ്പെടും. ചിലപ്പോൾ ഒരു ദൈവശബ്ദമായ ഒരു വേർഡായി നിങ്ങൾക്ക് അത് തുറക്കപ്പെടും. ആമേൻ പറഞ്ഞാട്ടെ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള തലം, നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 27 വായിച്ചാൽ ഇങ്ങനെ അറിയാൻ പറ്റും. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ. എവിടെ പരിശോധിക്കണം? വ്യാഖ്യാനം തുറക്കപ്പെടണമെങ്കിൽ എവിടെ പരിശോധിക്കണം? ഒറ്റ കാര്യം, നിങ്ങളുടെ ഹൃദയങ്ങളെ അപ്പോൾ ഫോക്കസ് ആയാൽ മതി. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവശബ്ദമാണ് നിങ്ങൾ പറഞ്ഞ പ്രോഫസിയുടെ ടങ്സിന്റെ വ്യാഖ്യാനം. വാവ് വാവ്. ഇനി നമ്മുടെ സഭയിലൊന്നും ആരും വ്യാഖ്യാനം ഇല്ലാതെ ഇരിക്കത്തൊന്നുമില്ല. എല്ലാവരും വ്യാഖ്യാനമുള്ള ശിശുത്വത്തിൽ നിന്ന് അടുത്ത റേഞ്ചിലേക്ക് കയറുകയെന്നേ. ആമേൻ. നോക്കിക്കേ, ടങ്സ് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ആത്മമനുഷ്യൻ. അത് യൂദായുടെ ലേഖനത്തിൽ കിടപ്പുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. അത് 1-2 ഒരധ്യായം എന്തോ അല്ലേ ഉള്ളൂ, അല്ലെ ദൈവദാസനെ? ഒറ്റ അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോ അതിന്റെ അവസാന ഭാഗങ്ങളിൽ കിടപ്പുണ്ട്.
ആത്മാവിന്റെ പ്രാർത്ഥന നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആമേൻ. നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒന്നാമത്തെ ഏരിയ ദൈവം നൽകിയിരിക്കുന്നത് അത് ആത്മാവിന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥന. ആമേൻ. അന്യഭാഷയുടെ പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയിലുള്ള സംസാരമുണ്ട്, അന്യഭാഷയിലുള്ള വർഷിപ്പ് ഉണ്ട്. ഡിഫറെന്റ് തലമാണത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അടുത്തത് ആത്മാവിലുള്ള വചന പഠനം. ബുദ്ധിയിലുള്ള വചന പഠനം അല്ല, ദൈവാത്മാവിലുള്ള വചന പഠനം. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ കുറെ ഏരിയകൾ നമ്മുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത നാളുകളിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി പോകണമല്ലോ. ഇന്ന് അതിശക്തമായി നിങ്ങളുടെ ആരാധനകൾ വെളിപ്പെടട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലേക്ക് പെട്ടെന്നാണെങ്കിലും ക്ഷണിച്ച കർത്താവിന്റെ അഭിഷേകത്തോടുള്ള പ്രത്യേകമായുള്ള സ്നേഹവന്ദനം, കുടുംബത്തോടുള്ള സ്നേഹവന്ദനം, അജയ് ബ്രദറിനോടുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.